പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലടക്കം കൊടുങ്കോട്ടകളിലടക്കം ഉണ്ടായ വലിയ തിരിച്ചടിയിൽ ഒറ്റ സീറ്റിലേക്ക് ഒതുങ്ങിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ CPM-ൽ ചർച്ചകൾ തുടങ്ങുകയാണ്. അത് വേണം താനും. പക്ഷേ ക്ഷേമ പെൻഷൻ മുടങ്ങിയതും വിലക്കയറ്റവും പോലീസ് അതിക്രമങ്ങളും അടക്കമുണ്ടാക്കിയ ഭരണവിരുദ്ധ വികാരം അടക്കം തിരുത്തൽ ചർച്ചയിലേക്ക് വരുമോ എന്ന് ചോദ്യം ഉയരാൻ കാരണം ഗീവർഗീസ് മോർ കൂർലോസിനുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം കൂടിയാണ്. ഇന്ന് സ്വന്തം രാജ്യസഭാ സീറ്റ് വിട്ടുകൊടുത്ത് ഘടകകക്ഷികളെ സമാധാനിപ്പിക്കുന്നത് പരാജയ ഇമ്പാക്റ്റ് ആണോ? ആത്മാർത്ഥമായി ആത്മപരിശോധന നടത്തുമോ CPM? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ VPV മുസ്തഫ, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, സന്ദീപ് വാര്യർ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ചർച്ചയിലേക്ക് വരും മുൻപ് കാസർഗോഡ് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഒരു CPM പ്രവർത്തകൻ്റേത് എന്ന പേരിൽ പ്രചരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പുണ്ട്. അതൊന്ന് കേൾക്കാം. അത് പരിശോധിക്കണം. പാർട്ടി മെമ്പർമാർ വോട്ട് ചെയ്തിനോന്ന് പാർട്ടി പരിശോധിക്കണം. ഇപ്പോൾ അപ്പുറം ഇപ്പുറമെല്ലാം വെടിപെടുന്നുണ്ട്. നാണം കെട്ടിച്ച് ഇവിടെ സഹിച്ച് നിൽക്കുന്നത്, പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഇത്. ഇങ്ങനെ ഒരു തോൽവി ഉണ്ടാവുമോ? കഴിഞ്ഞ പ്രാവശ്യം ശബരിമല, പെരിയ, കൊൽക്കേസ്, രാഹുൽ ഗാന്ധി തരംഗം എന്നെല്ലാം പറഞ്ഞിട്ട് നിന്നു. ഇപ്പം എന്ത് തരങ്ങില്ലത്? ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി മക്കളെ കാര്യത്തിൽ തന്നെ നമുക്ക് ഈ തോൽവി സമ്മതിക്കേണ്ടി വരും. ജനങ്ങൾക്കെല്ലാം അറിയുന്നുണ്ടല്ലോ ഇതെല്ലാം. മണ്ടന്മാരല്ല ജനങ്ങൾ. 10-15 മന്ത്രിമാർ 2 ലക്ഷം 3 ലക്ഷം ശമ്പളം പിടിച്ച് അവരെ വീട്ടിൽ കെട്ടി വെച്ചിട്ടാകുമ്പോൾ ഒരു മാസം ശമ്പളം കൊടുക്കാൻ പറ്റാത്ത മന്ത്രിമാരാണ് ഇല്ലത്. പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾക്ക് ഈ മാസം ശമ്പളം വേണ്ട. അല്ലെ ഒരു MLA അല്ല മന്ത്രി ഈ പറഞ്ഞതിനൊന്നും നമ്മുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒന്നുമില്ല കേട്ടോ. കാര്യം തന്നെ പറഞ്ഞത് കേൾക്കണം. ലോക്കൽ കമ്മിറ്റി തന്നെ കേൾക്കണത്. അപ്പുറം ഇപ്പുറം വെടിപൊട്ടുമ്പോഴല്ലോ നമ്മൾ നെഞ്ഞിടിക്കുന്നില്ല. രാജൻ പറഞ്ഞ കറ്റന്നെ ഒന്ന് പരിശോധിക്കണം. പാർട്ടി മെമ്പർമാർക്കും പരിശോധിക്കണം. പാർട്ടി മെമ്പർമാർ വോട്ട് ചെയ്തില്ലെന്ന് അത് നോക്കണം. ഇത് പിന്നെ കലക്ടർ മതിയല്ലേ എടുത്ത നേതാക്കന്മാർ. കലക്ടർ ഒന്ന് പറയാൻ കഴിയുമോ? മുണ്ടുവോ? എന്തായിപ്പോ എല്ലാവർക്കും ഒരു ഇത് വേണം. ബംഗാൾ ഈനാട്ടായി. ബംഗാൾ ഈനെക്കാട്ടി നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതിനെക്കാട്ടും കടയായി പോയി ഇവിടെ കേരളത്തിൽ. കഴിഞ്ഞതിനെക്കാട്ടും രാജമോഹൻ ഉണ്ണിത്താൻ നോക്കോ. എന്താ ആരോഗ്യമാരും നിങ്ങൾക്ക് പ്രശ്നമില്ല. ഇത് വോട്ട് ചെയ്തവർക്ക് ആ വിഷമം ഉണ്ടാവും. തോറ്റ് നാറിറ്റി മെമ്പർഷിപ്പും വേണ്ട, ഒന്നും വേണ്ട. നമുക്കൊന്നും അമ്മേരെ വോട്ട് വേറെ 10 ആളെ കൊണ്ട് ജയിക്കണം. ഞാനടക്കം പോയി ചെയ്തതാണ്. ആ വിഷമം നമുക്ക് നല്ലോണ്ട്. എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് വേണ്ട, ഒന്നും വേണ്ട. ഞാൻ അനുവായിട്ട് നിന്നോളാം. ഇനി നമുക്കിന്ന് ഉത്തരം പറയാനൊന്നും കയ്യായി. ഞാനോടും ഉത്തരം പറയണം. കലക്ടർമാർ നിന്നിട്ട് നേതാക്കന്മാർ നിന്നിട്ട് കാര്യമില്ല. ഇവിടെ അയരോട്ടൊക്കെ ആ സ്ഥാനാർത്ഥിനെ കൊണ്ടുവന്ന് പോകും. ആരെങ്കിലും കൊണ്ടുവന്നിനാ 2 പ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഇയാൾ സതീചന്ദ്രൻ കാരപ്പുള്ള ഒരു വീട്ടിൽ പോയി കൂടി. ഈ പ്രാവശ്യം സമയമില്ലേലും വരാൻ സമയമില്ലാന്ന് അയാളെ നിർത്തിക്കുമ്പോഴേ ഇവിടെ അഭിപ്രായം ഉണ്ടായി. നല്ല സ്ഥാനത്തേല നല്ലതല്ലാന്ന് കേൾക്കണം. കേൾക്കണം. അത്രയും സങ്കടം എനിക്ക്. സങ്കടം പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്നുള്ളത്. ശ്രീ VPV മുസ്തഫ, ഈ ഓഡിയോ ക്ലിപ്പ് താങ്കളും കിട്ടും. കാരണം താങ്കളുടെ ജില്ലയിൽ നിന്നുള്ള ഓഡിയോ ക്ലിപ്പാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നതും താങ്കൾക്കാകും. അത് പാർട്ടി പ്രവർത്തകൻ്റെതാണോ എന്നറിയാവുന്നതും താങ്കൾക്കാകും. അതിനി ആരുടേതാണെന്ന് അറിയില്ലെങ്കിലും ആ വാക്കുകളുടെ ഒരു തേങ്ങലും വേദനയും കേൾക്കുമ്പോൾ ഏതോ പാവം പാർട്ടി പ്രവർത്തനാണെന്നാണ് എൻ്റെ ഒരു ധാരണ. അതിനി ആരുടേതായാലും അതിൽ പറയുന്ന കാര്യങ്ങളിൽ കഥയില്ലേ മുസ്തഫ? ആത്മാർത്ഥമായ തിരുത്തലുണ്ടാകുമോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദേശീയ തലത്തിലുള്ള വിധി പൊതുവിൽ ഇടതുപക്ഷ പ്രവർത്തകർക്ക് ആവേശം നൽകുന്നതാണ്. എന്നാൽ ആ ദേശീയ തലത്തിലുള്ള നിലവാരത്തോടൊപ്പം കേരളം എത്തിയില്ല എന്നുള്ളത് ഇടതുപക്ഷത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആരിലും ഉത്കണ്ഠ ഉണർത്തുന്നതുമാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവരിൽ ഉണ്ടാകുന്ന ധാരാളം തരത്തിലുള്ള പ്രതികരണങ്ങളിൽ ഒന്നാകാം ഇത്. പക്ഷെ ഇത് കുറച്ച് ദിവസമായിട്ട് വാട്സപ്പുകളിലൂടെ എല്ലാം പോകുന്നുണ്ട്, സോഷ്യൽ മീഡിയയിലുണ്ട്. ആരുടേതാണ് എന്ന് ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഏതായാലും അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ സംഗതികളും വസ്തുതാപരമൊന്നുമല്ല. പലതരത്തിലുള്ള പ്രചരണങ്ങളുടെ കൂട്ടത്തിൽ ഒരു സാധാരണ പ്രവർത്തകന്റെ നിഗമനങ്ങളിലേക്ക് എത്തിയ പല കാര്യങ്ങളായിരിക്കാം അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് അതിൽ പറഞ്ഞതെല്ലാം വസ്തുതാപരമാണ് എന്നുള്ളതല്ല. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആരിലും ഉത്കണ്ഠ ഉളവാക്കുന്നതാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായിട്ടുള്ള പരാജയം. സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചിട്ടുള്ള പരിശോധനയും തിരുത്തലും പാർട്ടി നടത്തും. അങ്ങനെയാണല്ലോ ഇതിനു മുമ്പും സമാനമായ തോൽവികൾ CPIM നേരിട്ടിട്ടുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷം നേരിട്ടിട്ടുണ്ട്. ഞങ്ങൾ എങ്ങനെയാ തിരിച്ചു വന്നത്? ഇപ്പൊ ഇവിടെ ഇരുന്ന് ഹാഷ്മി ഇങ്ങനെ ഞങ്ങളെയെല്ലാം വലിയ നിലയിൽ ചോദ്യം ചെയ്ത് വിചാരണ നടത്തുന്ന നിലയിലേക്ക് ചർച്ച നടത്താൻ ഈ CPIM കേരളത്തിൽ അവശേഷിച്ചത് എങ്ങനെയാ? ഞങ്ങൾക്ക് തിരിച്ചടി നേരിട്ട ഓരോ സന്ദർഭത്തിലും വളരെ കൃത്യമായ പരിശോധന നടത്തി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന്
അവർക്ക് എന്താണോ CPM-നെ തിരുത്തിക്കാനുണ്ടായിരുന്നത് ആ തിരുത്തൽ വരുത്തി ഈ പാർട്ടി മുന്നോട്ട് പോയത് കൊണ്ട് തന്നെയാണ് 2024 ഇങ്ങനെ CPIM കേരളത്തിൽ അവശേഷിക്കുന്നത്. അതല്ലെങ്കിൽ എന്നേ ഈ പാർട്ടി പോകാം. 1977 ഇതുപോലെ ഇന്ത്യ മുഴുവൻ അന്ന് കോൺഗ്രസിനെയും ഇന്ദിരാഗാന്ധിയെയും തോൽപ്പിച്ചപ്പോൾ കേരളം കെ കരുണാകരനെയും കോൺഗ്രസിനെയും ജയിപ്പിച്ചിരുന്നില്ലേ? അന്ന് വട്ടപൂജ്യമായിരുന്നില്ലേ CPIM-ന്? എന്നിട്ട് 3 വർഷം കഴിയുന്നതിന് മുമ്പേ CPIM കേരളത്തിൽ അധികാരത്തിൽ വന്നില്ലേ? VK നായനാർ 1980 മുഖ്യമന്ത്രിയായില്ലേ? അന്ന് 77 CPM-നെ തോൽപ്പിക്കാൻ അപ്പുറത്തുണ്ടായിരുന്ന AK ആന്റണി ഉൾപ്പെടെയുള്ള കോൺഗ്രസുകാർ ഇപ്പുറത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് 80 മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടായിട്ടില്ലേ? അതുകൊണ്ട് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം തിരിച്ചടികൾ ഒരു പുത്തൻ അനുഭവമല്ല. അല്ല ശ്രീ മുസ്തഫ, താങ്കൾ ഈ പറയുന്ന പോയ കാലത്തെ കുറിച്ച് പറയുന്നു. പക്ഷേ അത് പാർട്ടി ആത്മാർത്ഥമായി അതിനുള്ളിൽ ചർച്ച ചെയ്യാനുള്ള ഒരു ആന്തരിക കരുത്ത പാർട്ടിക്കുണ്ടായിരുന്നു. പക്ഷേ ഇക്കാലത്തുണ്ട് ഈ പരാജയത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ CPM-നെ കുറിച്ച് ഉണ്ടാകുന്ന വിമർശനം ഇപ്പോൾ ഗീവർഗീസ് മോർ കൂർലോസ് എന്ന് പറയുന്ന എല്ലാ കാലവും ഇടതുപക്ഷത്തിനൊപ്പം മാത്രം നിന്ന എന്താണ് പ്രത്യയശാസ്ത്രപരമായി തന്നെ ക്രൈസ്തവതയും കമ്മ്യൂണിസവും തമ്മിൽ ഈ അടിസ്ഥാന വർഗത്തിൻ്റെ വേദനയിൽ ഒത്തുചേരാൻ കഴിയുന്ന ഒരുപാട് മേഖലകളുണ്ടെന്ന് അക്കാഡമിക്കലി ചിന്തിക്കുന്ന ഒരു പാവം ബിഷപ്പ് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി അതിനോട് പ്രതികരിക്കുന്നത് വിവരദോഷി എന്നാണ്. അപ്പോൾ നിങ്ങളെ തിരുത്താൻ വരുന്നവരെ തിരുത്തുമെന്നാണോ ഉദ്ദേശിക്കുന്നത്, അതോ നിങ്ങൾ ആത്മാർത്ഥമായി പാർട്ടിയിൽ തിരുത്തലുണ്ടാകുമെന്നാണോ ശ്രീ മുസ്തഫ? താങ്കൾ സൂചിപ്പിച്ചത് പഴയ പാർട്ടിക്ക് ആന്തരികമായ കരുത്തുണ്ടായിരുന്നു, ഇപ്പോൾ അതുണ്ടോ എന്നാണ്. എന്ന് പറഞ്ഞാൽ പണ്ട് വളരെ ഗംഭീരമായിരുന്നു പാർട്ടി, പഴയ നേതാക്കളെല്ലാം വലിയ മഹാന്മാരായിരുന്നു, ഇപ്പോ മഹാമോശമാണ് എന്ന് ചിത്രീകരിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ഈ പഴയ താങ്കള് വലിയ ആന്തരിക കരുത്തുണ്ട് എന്ന് പറയുന്ന കാലത്തെ നേതാക്കന്മാരെ അന്നെങ്ങനെയാണ് കൈകാര്യം ചെയ്തിരുന്നത്? എന്താ EMS-നെയൊക്കെ ഓരോ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിലും ഇവിടെ വിശേഷിപ്പിച്ചിരുന്നത് പഴയ കോൺഗ്രസ്? പിന്നെ മുട്ട വിക്കായ് നമ്പൂരി, പട്ടാമ്പിയിലെ പട്ടി എന്നൊക്കെ ആക്ഷേപിച്ച കാലമുണ്ടായിട്ടുണ്ടല്ലോ. കാലം വന്ന് വിളിച്ചിട്ടും പോകാത്തതെന്തേ ഗോപാല എന്ന് വിളിച്ചത് 77 തെരഞ്ഞെടുപ്പ് സമയത്താ പഴയ യൂത്ത് കോൺഗ്രസുകാർ കേരളത്തിൽ വിളിച്ചത്, ആശുപത്രിയിൽ മരണാസന്നനായി കിടക്കുന്ന AKGയെ വെച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് അഴിമതിക്കോടൻ അഴീക്കോടൻ രാഘവനെ കുറിച്ചിട്ട് അവസാനം പിന്നെ മമ്പറം മാധവൻ എന്ന് പറയുന്ന കണ്ണൂരിലെ പ്രമുഖനായ കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തിന്റെ വീട് കണ്ടപ്പോൾ പറഞ്ഞത് ഈ പാർട്ടി മുൻകൈ എടുത്തൊരു വീട് കെട്ടിക്കൊടുക്കണം ആ മീനാക്ഷി ടീച്ചർക്കും കുടുംബത്തിനും എന്ന്. അതുകൊണ്ട് ജീവിച്ചിരുന്ന കാലത്ത് നിങ്ങൾ ഗീവർഗീസ് കൂർലോസ് പറഞ്ഞത് ഇടതുപക്ഷം നശിച്ചു പോകണം, ഇടതുപക്ഷം മുടിഞ്ഞു പോകണമെന്ന് ആഗ്രഹിച്ചല്ലെന്നും അത് ഇടത്തോട്ട് ഇൻഡിക്കേറ്റ് ഇട്ട് വലത്തോട്ട് തിരിഞ്ഞാൽ അപകടമുണ്ടാകുമെന്ന് പറയുന്നത് ആത്മാർത്ഥമായി ആ പക്ഷം കേരളത്തിൽ നിലനിൽക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ് എന്നുള്ളത് ആ പാർട്ടി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ബോധ്യമാവുന്ന കാര്യമാണ്. ശ്രീ മുസ്തഫയ്ക്കും അത് വളരെ നന്നായി ബോധ്യമുള്ള കാര്യമാണ്. അങ്ങനെ മുഖ്യമന്ത്രി വിവരദോഷി എന്ന് അങ്ങേയറ്റം പറഞ്ഞിട്ടും എൻ്റെ ഇടതുപക്ഷം ഹൃദയപക്ഷമാണ്, ആ പക്ഷത്തൊന്നും മാറ്റമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ബിഷപ്പിനെ വിവരദോഷി എന്ന് വിളിച്ച് തെറ്റാണ് എന്ന് ശ്രീ മുസ്തഫയ്ക്കും അറിയാം. എല്ലാവരും രഹസ്യമായി വിളിക്കുമ്പോൾ പറയും അങ്ങനെ പറയാൻ മുഖ്യമന്ത്രി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ സൈബർ ഗ്രൂപ്പുകൾ പറയും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു രഹസ്യമായി പറയും. ഒരാളെങ്കിലും തിരുത്തിയോ? ഇപ്പോൾ അവിടുത്തെ ഒരു ഏരിയ കമ്മിറ്റി അംഗമല്ലാതെ ഒരാളെങ്കിലും മുഖ്യമന്ത്രി ബിഷപ്പിനെ അങ്ങനെ വിവരദോഷി എന്ന് വിളിച്ചത് അങ്ങേയറ്റം കടന്നകയായി പോയി, നമ്മുടെ ക്യാമ്പിലുള്ള നമ്മുടെ കൂട്ടത്തിലുള്ള ആളാണ്, കുറച്ചുകൂടി സംയമനത്തോടെ പെരുമാറണമായിരുന്നു തിരുത്താൻ ആരെങ്കിലും ധൈര്യം ഉണ്ടായോ? അതിനാണ് ഞാൻ ആന്തരിക കരുത്തെന്ന് പറഞ്ഞത് സാർ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് അതിലേക്ക് തന്നെയാണ്. അപ്പൊ പഴയതെല്ലാം മഹത്വം, ഇന്നത്തേത് വളരെ മോശമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ശരിയായി പറഞ്ഞാൽ മാർസിയനല്ല. അത് നിങ്ങൾ ഇന്നിപ്പുള്ള ആളുകളെ മോശക്കാരാക്കാൻ വേണ്ടി ഇപ്പൊ നിങ്ങൾ പഴയവരെ മരിച്ചുപോയവരെ മഹാന്മാരെന്ന് പറയുന്നു. ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരും നിങ്ങൾക്ക് മഹാന്മാരായി തീരും. എപ്പോ ഇവര് മരിക്കണം. അപ്പോ അന്നത്തെ ഇടതുപക്ഷ നേതൃത്വത്തെ മോശക്കാരാക്കാൻ നിങ്ങൾ ഈ കാലത്തെ മഹാന്മാരാക്കും. നിങ്ങൾ നോക്കൂ, കൂർലോസ് പിതാവിനെ വിവരദോഷി എന്ന് വിളിച്ചത് ശരിയല്ല എന്ന് ശ്രീ മുസ്തഫയെങ്കിലും പറയുമോ? മാർ കൂർലോസ് മെത്രോപാലിത്ത അദ്ദേഹത്തിന്റെ പ്രതികരണം നടത്തി. ആ പ്രതികരണത്തോട് മുഖ്യമന്ത്രി ഒരു പ്രതികരണം നടത്തി. അത് രണ്ടുപേരും അവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് ഇങ്ങനെ ചികഞ്ഞുകൊണ്ടേയിരിക്കണം. അങ്ങനെ അവസാനിക്കുന്നതാണോ സാർ? അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ല, അങ്ങനെ അവസാനിക്കുന്നതാണോ? ഒരു ബിഷപ്പിനെ കയറി ഇപ്പം ബിഷപ്പ് പറയുന്നത് ഇതിനെക്കുറിച്ച് വിയോജിപ്പുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് എത്ര മനോഹരമായ ഭാഷയിൽ ആ വിയോജിപ്പ് പറയാം. ഒന്നുമല്ലൊരു ബിഷപ്പല്ലേ സാർ ആ പക്ഷത്ത് നിൽക്കുന്ന, അദ്ദേഹത്തെ വിവരദോഷി എന്ന് വിളിച്ചിട്ട് അത് തെറ്റിപ്പോയി എന്നാരെങ്കിലും ഒരു വാക്ക് പുറത്തു പറയുന്നുണ്ടോ? അതുകൊണ്ടാണ് ആന്തരിക കരുത്തില്ല എന്ന് ഉള്ള വിലയിരുത്തലിലേക്ക് ആളുകൾ എത്തുന്നത്. അല്ലാതെ പോയ CPM-നെ അത് കമ്പയർ ചെയ്യുന്നതല്ല.
പോയ കാലത്താണെങ്കിൽ പറയാൻ ആളുണ്ട് സർ. ഇനി വി എസിന് ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ വി എസ് പറഞ്ഞേനെ സർ, അത് പറയരുതായിരുന്നു പറയുന്നേ. ആരെങ്കിലും ഒരാൾ പറ, ഒറ്റ ഒരാളെങ്കിലും എഴുന്നേറ്റൊന്ന് പറ, മുഖ്യമന്ത്രി നമ്മുടെ കൂട്ടത്തിലുള്ള ആളാണ്, അയാളെ അങ്ങനെ പറഞ്ഞുകൂടാ എന്ന് ഒരാളെങ്കിലും ഒന്ന് പറ, വാ തുറന്ന്. പോയ കാലത്തും പറയേണ്ട സ്ഥലങ്ങളിലെല്ലാം മാത്രമേ പോയ കാലത്തെ നേതാക്കളും പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ എല്ലായിടത്തും കയറി പറഞ്ഞിട്ടില്ല. ഇവിടെയും ഇപ്പൊ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയിൽ യോജിപ്പും വിയോജിപ്പും ഉള്ളവർ CPIM-നകത്ത് ഉണ്ടാകും. താങ്കൾ പറഞ്ഞല്ലോ ആന്തരികമായ ഇതിന്റെ ജനാധിപത്യത്തെ കുറിച്ചിട്ട്. ആ ജനാധിപത്യം ഇപ്പോഴും ഉൾപാർട്ടി ജനാധിപത്യം നിലനിൽക്കുന്ന പാർട്ടി തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങളെല്ലാം പോലുള്ളവർ വലിയ നിലയിൽ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടും ഈ പാർട്ടി ഇങ്ങനെ നിലനിന്നു പോകുന്നത് ഈ പാർട്ടിയുടെ ഉൾക്കരുത്ത് കൊണ്ട്, അതിന്റെ ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ ശക്തി കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ വിമർശിക്കേണ്ടതുണ്ടെങ്കിൽ, സഖാവ് പിണറായിയെ വിമർശിക്കേണ്ടതുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ ഈ പാർട്ടിയിൽ വിശ്വസിക്കുന്ന 99.9% ആളുകൾ എന്ന് പറഞ്ഞാൽ സർ, ഇടതുപക്ഷം ഏതാണ് വലതുപക്ഷം ഏതാണ് ഇതിനുള്ള ബന്ധം എന്താണെന്ന് അറിയാത്ത ദശാംശം, ഇപ്പൊ 0.1 അല്ലെങ്കിൽ 0.001% എന്ന് പറയുന്ന അങ്ങേയറ്റം എന്താണ് അടിമ മനോഭാവം ഉള്ളവരല്ലാതെ ബാക്കി 99% ആളുകളും എന്താ വിശ്വസിക്കുന്നു, കരുതുന്നു. കൂർലോസ് പിതാവിനെ വിളിക്കാൻ പാടില്ലാത്ത വാക്കാണ് വിളിച്ചത്. ശ്രീ മുസ്തഫ അങ്ങെങ്കിലും പരോക്ഷമായെങ്കിലും പറയുമോ മുഖ്യമന്ത്രി അത് പറഞ്ഞ് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാർക്കിടയിൽ അങ്ങയുടെ സ്വീകാര്യത കൂടുകയുള്ളൂ മുസ്തഫ, തർക്കമാക്കാര്യത്തിലില്ല. അങ്ങക്ക് അതുകൊണ്ട് ഒന്നും സംഭവിക്കുകയുമില്ല. നിങ്ങൾ ഈ കെണി വിരിക്കണ്ട. കാരണം എനിക്ക് എന്റെ പാർട്ടി വേദിയുണ്ട്. എനിക്ക് എന്റെ പാർട്ടി നേതൃത്വത്തെയോ ആ പാർട്ടി നേതൃത്വത്തിന്റെ സമീപനത്തെയോ വിമർശിക്കണമെങ്കിൽ ആ പാർട്ടി വേദിയാണ് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ തൃശൂർ DCC ഓഫീസിൽ കണ്ടതുപോലെ കൂട്ടത്തല്ല് നടത്തിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിച്ചിട്ട് എന്നിട്ട് ആശുപത്രിയിൽ കിടക്കേണ്ട പോലീസ് കേസ് ഉണ്ടാക്കിയിട്ട് അത് ജനാധിപത്യം, അത് കോൺഗ്രസിന്റെ പാർട്ടി കരുത്ത് എന്ന് പറയുന്ന അരാജകത്വമല്ല CPM-നുള്ളത്. CPM-നകത്ത് എവിടെയാണ് ആർക്ക് എവിടെ പറയണം അതിന് കൃത്യമായ സംഘടനാ സംവിധാനം ഞങ്ങൾക്കുണ്ട്. ചാനലിൽ വന്നിരുന്നിട്ടല്ല ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടി നേതാക്കളെ വിമർശിക്കാറുള്ളത്. ഞങ്ങൾക്ക് പാർട്ടിയോട് പറയാനുള്ളത് വളരെ കൃത്യമാണ്. താങ്കളുടെ വേദിയിൽ അത് പറയുന്നത് ഞാൻ വിശ്വസിക്കുകയാണ്. താങ്കളെ പോലെ എന്താണ് മനുഷ്യ സ്നേഹിയായ ഒരു മനുഷ്യൻ ഉറപ്പായും താങ്കൾ പറയേണ്ട വേദിയിൽ അത് പറയുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അത് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് ചോദിക്കുമ്പോൾ ഡൽഹിയിൽ നല്ല ചൂടാണല്ലോ എന്ന പരിഹാസം അസ്ഥാനത്തെ പരിഹാസമാണെന്ന് കൂടി താങ്കൾ ആ വേദിയിൽ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അവിടെ മുഖ്യമന്ത്രിക്കെതിരെ പരസ്യമായി പറയാൻ ആളില്ലെങ്കിൽ, അവിടെ ആ ജനാധിപത്യ പ്രശ്നമുണ്ടെങ്കിൽ, ചാമക്കാല നിങ്ങളുടെ പാർട്ടിയിൽ ജനാധിപത്യം കൂടുതലിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ അതാ അടിയിലേക്ക് എത്താതിരുന്നത്, അവിടെ തൃശ്ശൂർ അടിയിലേക്ക് എത്താതിരുന്നത്, കയ്യാങ്കളുടെ വക്കത്ത് എത്താതിരുന്നത്, അടിയുള്ള മറുപക്ഷം അവിടെ ഇല്ലാതിരുന്നതുകൊണ്ടാണ്. ചാമക്കാല, അപ്പോൾ ഒരു പൊടിക്ക് വേണം ജനാധിപത്യം നിങ്ങളുടെ പാർട്ടി കുറയ്ക്കാം. ഹാഷ്മി, ഈ രണ്ട് വിഷയത്തെയും നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ CPM-ന്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും ഭരണവിരുദ്ധ വികാരത്തെ സംബന്ധിച്ചൊക്കെ ചോദിക്കുമ്പോൾ കണ്ടില്ലേ തൃശ്ശൂരിൽ അടി നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് VPP മുസ്തഫ ഒളിച്ചോടാൻ ശ്രമിക്കുകയാണ്. VPP മുസ്തഫയോട് താങ്കളൊരു ചോദ്യം ചോദിച്ചു. പരസ്യമായി മാർ കൂർലോസ് തിരുമേനിയോട് മുഖ്യമന്ത്രി മാർ കൂർലോസ് തിരുമേനിക്കെതിരായി ഉപയോഗിച്ച വാക്കിനെ നിങ്ങൾ തള്ളിപ്പറയുമോ? ഹാഷ്മി, അങ്ങനെ ശ്രീ VPP മുസ്തഫ ഇവിടെ പറഞ്ഞാൽ മാർ കൂർലോസ് തിരുമേനിയെ എന്താ പറഞ്ഞത്? ക്കെതിരായി ഉപയോഗിച്ച വാക്ക് വിവരദോഷി എന്നാണെങ്കിൽ VPP മുസ്തഫ കേൾക്കേണ്ടി വരുന്നത് എന്താണെന്ന് താങ്കൾക്കറിയാമോ? അല്ല ചാമക്കാല, ഇത് പ്രശ്നം പാർട്ടികൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ നിങ്ങളുടെ പാർട്ടിയിൽ നടക്കുന്ന, തൃശ്ശൂരിൽ നടക്കുന്ന അവിടെ നേതൃത്വത്തോട് വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് നേരിട്ട് പോയി കയ്യാങ്കളുടെ ഭാഷയിൽ തന്നെ ജനം പറയുകയാണ്. ഇപ്പൊ മുസ്തഫ പറയുന്നു എനിക്ക് എന്റെ പാർട്ടി വേദിയുണ്ട്, ആ പാർട്ടി വേദിയിൽ ഞാൻ പറയാനുള്ളത് പറയുമെന്ന് പറഞ്ഞാൽ മുസ്തഫയ്ക്ക് ആ പരാമർശത്തോട് വിയോജിപ്പാണെന്നല്ലേ ചാമക്കാല? ഞാൻ അതിലേക്ക് വരാം. ഇനി തൃശ്ശൂരിലേക്ക് വരാം. നോക്കൂ, ഞങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളത്തിൽ 18 സീറ്റിലും വിജയിച്ചിരിക്കുന്നു. 2 സീറ്റിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അതിൽ തൃശ്ശൂരിലെ പരാജയവുമായി ബന്ധപ്പെട്ട് ചില അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പരാതികൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി തന്നെ പരസ്യമായി അതിനെ വീഴ്ചകളെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും നോക്കൂ, നമ്മുടെ റിസൾട്ട് വന്നത് 4-ാം തീയതിയാണ്. ഇന്ന് നമ്മളിപ്പോൾ ഈ ഡിബേറ്റിൽ പങ്കെടുക്കുമ്പോൾ ഇന്ന് തീയതി 10-ാം തീയതിയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ ആ DCC പ്രസിഡന്റിനെയും അവിടുത്തെ UDF ചെയർമാനോടും രാജിവെക്കാൻ പറയുകയും 2 പേരും രാജിവെക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകിയ 2 പേരെ സസ്പെൻഡ് ചെയ്യുകയും മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ശ്രീ
കെ സി ജോസഫ്, ശ്രീ ടി സിദ്ദിഖ്, അതുപോലെ തന്നെ ശ്രീ ആർ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്വേഷണ സമിതിയെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. സമയബന്ധിതമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിവാദമുണ്ടായ പ്രദേശത്തെ സ്വാഭാവികമായിട്ടും അവിടെ പല പ്രശ്നം കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള നിങ്ങൾ നേടിയ 18 സീറ്റിന്റെയും ശോഭ കെടുത്തിക്കളയുന്ന തരത്തിലായിരുന്നു തൃശ്ശൂരെ പരാജയം എന്ന് പറഞ്ഞാൽ അവിടെ BJP ഇവിടെ ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറന്നു എന്ന് മാത്രമല്ല, നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ BJPക്ക് അവിടെ കോഴിമുട്ട കിട്ടുമെന്ന് തലേദിവസം പറഞ്ഞ സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു. വലിയ ക്ഷീണം നിങ്ങൾക്കുണ്ടായി ആ വിഷയത്തിൽ. ഇപ്പോൾ ഒരുപക്ഷെ 18ന്റെ വലിയ വിജയത്തിന്റെ ശോഭ ഒരൊറ്റ സീറ്റിൽ പോയി. ചാമക്കാല അല്ല, അത് താങ്കളുടെ വിലയിരുത്തൽ. അപ്പോൾ 18 MP തോറ്റു എന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് 18 MP വിജയിപ്പിച്ചിട്ടുണ്ട്. ഒരു MP, രണ്ട് പാർലമെന്റ് സെഗ്മെന്റിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരു അസംബ്ലി സെഗ്മെന്റിനെ സംബന്ധിച്ച് പരാതി തുടർന്നിട്ടുണ്ട്. അത് പരസ്യ പ്രതികരണത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് കയ്യാങ്കളിയുടെ വക്കോളം എത്തിയിട്ടുണ്ട്. ശരിയാണ്. അവിടെ കൃത്യമായി പാർട്ടി ഇടപെടുകയും പാർട്ടിയുടെ ദേശീയ നേതൃത്വം തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ ഇടപെടുകയും പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഡൽഹിയിലായിരുന്നിട്ട് പോലും അവിടേക്ക് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ജില്ലയിൽ നിന്നുള്ള നേതാക്കന്മാരെ വിളിച്ചു വരുത്തുകയും അവിടെ തന്നെ തീരുമാനമെടുക്കുകയും ആ തീരുമാനം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ജില്ലാ പ്രസിഡന്റിനോടും UDFൻ്റെ ജില്ലാ ചെയർമാനോടും പറയുകയും അവർ ഇന്ന് തൃശ്ശൂരിൽ വന്ന് ഭാരവാഹികളുടെ മീറ്റിംഗ് വിളിച്ചുകൂട്ടി ഞങ്ങൾ രാജിവെക്കുകയാണ് ഇതിന് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് എന്ന് പറയുകയും ചെയ്തില്ലേ ഹാഷ്മി? ഇതിനപ്പുറം ജനാധിപത്യം എന്താ അവിടെ നടപ്പാക്കേണ്ടത്? ഇനി അതിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ അന്വേഷണ കമ്മീഷനെ വെച്ചില്ലേ ഹാഷ്മി? അതിനെ സംബന്ധിച്ച് പരസ്യ പ്രതികരണം നടത്തിയ 2 പേർക്കെതിരെ അച്ചടക്ക നടപടി, സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോയില്ലേ ഹാഷ്മി? അവിടെയാണ് ജനാധിപത്യം. അത് അവിടെ പ്രവർത്തകരുടെ എല്ലാവരുടെയും വികാരം ഉരുത്തിരിഞ്ഞു വന്നപ്പോൾ അതിനനുസരിച്ച് തന്നെ അതിൽ ഏത് ശരിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമയബന്ധിതമായി എടുക്കേണ്ട നടപടികൾ എടുക്കുകയും തുടർ നടപടികൾ എന്തൊക്കെയാണ് വേണ്ടതിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുകയും ചെയ്തു. അതാണ് ജനാധിപത്യം. അവിടെയാണ് ജനാധിപത്യം. ഇവിടെ എന്താ പ്രശ്നം? ഇനി ഞാൻ മടങ്ങി തിരിച്ച് ശ്രീ VPP മുസ്തഫയിലേക്ക് വരാം. അദ്ദേഹം പറയുന്നത് എന്താണ്? CPMന്റെ സംബന്ധിച്ച് കേരളത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന വിവാദങ്ങളുണ്ടായി 18 സീറ്റിലും പരാജയപ്പെട്ടിരിക്കുന്നു. CPM പരാജയപ്പെട്ടതിന് ശേഷവും പറയുന്നത് നിങ്ങൾ ആരും ഞങ്ങളുടെ കേരളത്തിലെ അവരുടെ പാർട്ടി ദൈവത്തിന് തുല്യമായി കാണുന്ന നേതാവിനെ കുറ്റപ്പെടുത്താൻ പാടില്ല. ഇവിടെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയനെ ആരും കുറ്റപ്പെടുത്താൻ പാടില്ല. അദ്ദേഹത്തിനെതിരെ കുറ്റപ്പെടുത്തിയാൽ അത് പരമോന്നത പദവിയിലിരിക്കുന്ന തിരുമേനിയാണെങ്കിൽ പോലും, മാർ കൂർലോസ് തിരുമേനിയെ പോലെയുള്ള ഒരാൾ, അദ്ദേഹം എന്നും ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തർക്കവുമില്ല. അദ്ദേഹത്തെ പോലും വിവരദോഷി എന്ന് വിളിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു. ഇതിൽ ആരാണ് യഥാർത്ഥത്തിൽ വിവരദോഷി എന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവും, അത് വേറെ വിഷയം. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് മുഖ്യമന്ത്രി എത്തിച്ചേരുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ മനോനിലയെ സംബന്ധിച്ചാണ് നമ്മൾ സംശയിക്കേണ്ടത്. അദ്ദേഹം യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തെ എങ്ങനെയാണ് അദ്ദേഹം വിലയിരുത്തുന്നത് എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇവിടെ നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ CPMനെ സംബന്ധിച്ച് രാഷ്ട്രീയമായും സാമൂഹ്യമായും CPM പരാജയപ്പെട്ടിരിക്കുകയാണ്, LDF പരാജയപ്പെട്ടിരിക്കുകയാണ്. ഞാൻ എടുത്തു പറയുന്നു, രാഷ്ട്രീയമായും സാമൂഹ്യമായും പരാജയപ്പെട്ടിരിക്കുന്നു. അത്തരത്തിലൊരു പരാജയത്തിലേക്ക് എത്തിപ്പെട്ടത് CPMന്റെ രാഷ്ട്രീയമായ നിലപാടുകൾ മൂലമാണ്. അവരുടെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോയിരിക്കുന്നു. അവർ ഏതൊക്കെ വിഭാഗത്തെ കൂടെ നിർത്താൻ വേണ്ടിയാണോ എന്തെല്ലാം അഭ്യാസങ്ങൾ കാണിച്ചോ അതൊക്കെ മനസ്സിലാകുന്നവരാണ് ആ വിഭാഗത്തിലുള്ളവർ എന്ന് പോലും CPMന്റെ നേതാക്കന്മാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ ആ വിഭാഗത്തിലുള്ളവർ പോലും യഥാർത്ഥ രീതിയിൽ ചിന്തിക്കുകയും അവരൊക്കെ ജനാധിപത്യ ചേരിയുടെ ഭാഗമാവുകയും ചെയ്തു. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഉത്തരത്തിൽ നിന്ന് എടുക്കാനും കഴിഞ്ഞില്ല, കക്ഷത്തിൽ ഇരുന്നത് പോവുകയും ചെയ്തു എന്നാണ് CPMന്റെ ഇപ്പോഴത്തെ അവസ്ഥ. നോക്കൂ, ഇവിടെ നമ്മൾ പൂർവികരെ കുറിച്ച് പറഞ്ഞു. ഇവിടെ നമ്മൾ ഇതൊന്നും അല്ലല്ല, ഞാൻ അദ്ദേഹം പറഞ്ഞത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പ്ലീസ്, എനിക്ക് തത്തുല്യമായ സമയം തരണം. നമ്മൾ EMS ഇവിടെ ഉണ്ടായിരുന്നു, EMS ഉണ്ടായിരുന്നു, AKG ഉണ്ടായിരുന്നു, P കൃഷ്ണപിള്ള ഉണ്ടായിരുന്നു, EK നായനാർ ഉണ്ടായിരുന്നു, ഈവൻ VS അച്യുതാനന്ദൻ വരെ ഉണ്ടായിരുന്നു. അവരുടെ ഒക്കെ കാലത്ത് രാഷ്ട്രീയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് നമുക്കറിയാം. ഇവിടെ മുഖ്യമന്ത്രിയെ തിരുത്താൻ ആരുമില്ലേ എന്ന ചോദ്യത്തിന് ആരും ഉത്തരം നൽകുന്നില്ല. രാജാവ് നഗ്നനാണ് എന്ന് പറയാൻ ഒരു DYFI നേതാവ് പോലും ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് സംസ്ഥാനത്തിൻ്റെ CPMും സംസ്ഥാനത്തിൻ്റെ ഭരണ നേതൃത്വവും പോയിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്. എന്താ പറയുന്നത്, പലപ്പോഴും ഇത്തരം കാര്യങ്ങളിലൊക്കെ CPMനെ സംബന്ധിച്ച് മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തരായി നിന്നിരുന്നത് ആ പാർട്ടിയുടെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ആരോ ആകട്ടെ, ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ നിയന്ത്രിക്കാൻ പാർട്ടി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ പാർട്ടിയെയും ഭരണത്തെയും നിയന്ത്രിക്കുന്നത് ഒരാളിലേക്ക് എത്തിക്കപ്പെട്ടിരിക്കുന്നു. ആ ഒരാളിലേക്ക് എത്തിപ്പെടുമ്പോൾ അദ്ദേഹം പറയുന്നതാണ്, അതെന്ന് പറയുമ്പോൾ ഏകാധിപത്യമാണ്. ആ ഏകാധിപത്യത്തിലേക്ക് പാർട്ടിയും സർക്കാരും എത്തിപ്പെട്ടതിൻ്റെ പരിണത ഫലമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള റിസൾട്ട്. നോക്കൂ, പലപ്പോഴും ഘടകകക്ഷികൾ CPMന്റെ അല്ലെങ്കിൽ LDFനെ സംബന്ധിച്ച് പലപ്പോഴും ഘടകകക്ഷികൾ തിരുത്തൽ ശക്തിയായിരുന്നിട്ടുണ്ട്. CPI നമുക്ക് പലപ്പോഴും എടുത്തു പറയേണ്ടി വന്നിട്ടുണ്ട്. ആ CPIയുടെ ഉന്നതരായ ആദരണീയരായ നേതാക്കന്മാരിൽ തുടങ്ങി ഏറ്റവും അവസാനം CK ചന്ദ്രപ്പൻ വരെയുള്ള നേതാക്കന്മാർ
അവർ കൃത്യമായും LDF-നകത്ത് എന്തെങ്കിലും ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും നീതിക്ക് നിരക്കാത്തത് വന്നിട്ടുണ്ടെങ്കിൽ അവർ എതിർത്തിട്ടുണ്ട്. ഇപ്പോഴോ ശ്രീ കാനം രാജേന്ദ്രനിൽ തുടങ്ങി പിന്നെ ഇങ്ങോട്ട് CPI-ക്കാരെ സംബന്ധിച്ച് അവരും അടിമകളായി മാറിയിരിക്കുന്നു. അവരുടെ മന്ത്രിമാർ അവർക്ക് ഇപ്പോൾ എന്താ കുറേ ആളുകൾ പറയുന്നുണ്ട് CPI-യുടെ സംസ്ഥാന ജില്ലാ കമ്മിറ്റിയിലെ യോഗത്തിലെല്ലാം മുഖ്യമന്ത്രി മാറണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. എന്ത് അവകാശം അവർക്ക് പറയാൻ? അവരും ഈ മുഖ്യമന്ത്രി ചെയ്ത കൊള്ളരുതായ്മകൾക്കെല്ലാം കൂട്ടുന്നവരല്ലേ? ഞാൻ ഒറ്റ ഉദാഹരണം ചോദിക്കട്ടെ ഹാഷ്മി. ഇവിടെ എന്താ പറയുന്നത്, നമ്മുടെ ലോകായുക്തയുടെ ചിറകരിയാൻ ശ്രമിച്ചപ്പോൾ ലോകായുക്തയുടെ ഈ നിയമം സെക്ഷൻ 14 അത് കൊണ്ടുവന്നത് അഡോപ്റ്റ് ചെയ്തത് ഈ ചന്ദ്രശേഖരൻ നായർ എന്ന് പറയുന്ന CPI-യുടെ പരമോന്നതനായ നേതാവായിരുന്നു. നമുക്കതിലേക്ക് പോകാം. എന്തായാലും CPI-യുടെ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവിൽ ആലപ്പുഴ ജില്ലാ കൗൺസിലൊക്കെ പിണറായിക്കെതിരെ നേർക്കുന്ന വിമർശനം ഉണ്ടാവുന്നുണ്ട്. ജ്യോതി കോച്ചാമുക്കാല ഞാൻ അങ്ങനെയൊക്കെ എത്താം. ഞാൻ സന്ദീപിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നിപ്പോൾ മുൻ കേന്ദ്രമന്ത്രി ശ്രീ V മുരളീധരൻ്റെ ഒരു പ്രതികരണം ഒന്ന് കാണാം. കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MP-ക്ക് പുറമെ മന്ത്രിസഭയിൽ ആർക്ക് പ്രാതിനിധ്യം നൽകണം എന്നുള്ള വിഷയം വരുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരു ക്രൈസ്തവ സമുദായത്തെ അംഗത്തെ ആ ചുമതലയെ ഏൽപ്പിക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ക്രൈസ്തവ സമുദായത്തിനോട് ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളോട് നരേന്ദ്രമോദി സർക്കാർ കാണിക്കുന്ന തുല്യതയുടെ മനോഭാവം, ആ മനോഭാവമാണ് വ്യക്തമാകുന്നത്. സന്ദീപ് ഡോക്ടർ മുസ്തഫയും ചാമക്കാലയും പറഞ്ഞ താങ്കൾ മറുപടി പറഞ്ഞു. അതിനു മുമ്പ് ശ്രീ സന്ദീപ് വാര്യർ ഇപ്പോൾ ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കുന്നത് ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിലേക്ക് സ്വാധീനം വർദ്ധിപ്പിക്കാനാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതിങ്ങനെ അങ്ങനെ പച്ചയ്ക്ക് പറയണോ എന്ന് പറഞ്ഞാൽ ഈ ജോർജ് കുര്യൻ BJP-യിലേക്ക് വരുന്നത് 80കളിലാണ്. നിങ്ങളുടെ ABVP-യിലൂടെ, നിങ്ങളുടെ യുവമോർച്ചയിലൂടെ, പാർട്ടിയുടെ ഓരോരോ പദവികളിലൂടെ വന്ന് മറ്റേതൊരു പ്രവർത്തകനെയും പോലെ അദ്ദേഹത്തിന് ഇതുവരെ കിട്ടേണ്ടത് കിട്ടിയോ എന്ന് മാത്രമേ സംശയമുള്ളൂ. അങ്ങനെ ഏറ്റവും പക്വതയുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തകന് സഹമന്ത്രി സ്ഥാനം കൊടുക്കുമ്പോൾ അദ്ദേഹം ക്രൈസ്തവനായതുകൊണ്ട് മാത്രം കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഇക്കാലം അത്രയുമുള്ള രാഷ്ട്രീയത്തെ റദ്ദാക്കലല്ലേ സന്ദീപ് വാര്യർ? അങ്ങനെ പറയാൻ പാടുണ്ടോ? ലക്ഷ്മി, നമ്മൾ എവിടെ നിന്നിട്ട് അതൊക്കെ ചർച്ച ചെയ്യുന്നത്? തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന് ലത്തീൻ കത്തോലിക്കാരുടെ വോട്ട് കിട്ടുമോ കിട്ടില്ലയോ എന്ന ദിവസങ്ങളോളം ചർച്ച നടത്തിയവരല്ലേ നമ്മളൊക്കെ? അതല്ലേ കേരളത്തിലെ രാഷ്ട്രീയം? എറണാകുളത്ത് ഒരു ലത്തീൻ കത്തോലിക്കനല്ലാതെ മറ്റൊരാൾ ജയിക്കുമോ? അല്ലെങ്കിൽ മലപ്പുറത്ത് ഒരു മുസ്ലിം സമുദായക്കാരനല്ലാതെ മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കാൻ അവരാരെങ്കിലും ധൈര്യപ്പെടുമോ? അല്ലെങ്കിൽ പൊന്നാനിയിൽ, അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ജാതി മതവും തിരിച്ചല്ലേ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്? അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ കഴിഞ്ഞ 2 മാസക്കാലമായി മുഴുവൻ ചർച്ചകൾ നടന്നത്? പോട്ടെ, BJP മുസ്ലിങ്ങൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നില്ലേ എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ നിരന്തര ചർച്ചയായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിലോ മറ്റ് പല സ്ഥലങ്ങളിലോ കോൺഗ്രസ് പോലും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്താത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ഇപ്പോൾ ആ ചർച്ചയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ പല സാഹചര്യങ്ങളും പല നിലപാടുകളും മാറ്റി പറയുകയാണ്. ഇവിടെ ക്രൈസ്തവ സമുദായത്തിലെ തീർച്ചയായിട്ടും അവരുടെ സമുദായ അംഗമായിട്ടുള്ള ഒരാൾ മന്ത്രിയാവുന്നത് തീർച്ചയായിട്ടും അവർക്ക് വലിയ അംഗീകാരമാണെന്നുള്ള തർക്കമൊന്നുമില്ല. അങ്ങനെ ശരിയാണ്. പക്ഷെ ക്രൈസ്തവൻ എന്നതിലുപരി ജോർജ് കുര്യൻ നിങ്ങളുടെ പാർട്ടിയുടെ ഓൺ നേതാവാണ്, ഓൺ സ്വത്താണ്. അല്ല അനിലാന്റണിയെ പോലെ ഇന്നലെ വന്ന ആളല്ല, അബ്ദുള്ളക്കുട്ടിയെ പോലെ ഇന്നലെ വന്ന ആളല്ല, അങ്ങനെ മറ്റു പലരെയും പോലെ ഇന്നലെ വന്ന് കയറിയ ആളല്ല. നിങ്ങളുടെ ഓൺ സ്വത്താണ് BJP-യുടെ. ഇപ്പോൾ സന്ദീപ്, ഇപ്പം ഞാൻ ജനിക്കുന്നത് 86-ലാണ്. അതിനു മുമ്പ് തന്നെ പാർട്ടിയിൽ ഇപ്പോൾ താങ്കൾ ജോർജ് കുര്യൻ പാർട്ടിയിലേക്ക് വരുമ്പോൾ സന്ദീപ് വാര്യർ പാർട്ടിയിൽ എന്തായാലും ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. അപ്പം ആ കാലത്ത് വന്ന ഈ BJP-ക്ക് യാതൊരു പ്രോസ്പെക്ടസും അത് കൽപ്പിച്ചു കൊടുക്കാൻ പോലും കഴിയാത്ത കാലത്ത് പാർട്ടിയിലേക്ക് ഒന്ന് പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ പാർട്ടി പ്രവർത്തകൻ എന്നുള്ളത് എനിക്ക് കൊടുത്തു. ഇപ്പം കാര്യം ശരിയാണ്. ഇതൊക്കെ ആണെങ്കിൽ കൂടിയും V മുരളീധരൻ പറയേണ്ടതുണ്ടോ? അത് പറയാൻ പാടുണ്ടോ? അദ്ദേഹം ക്രൈസ്തവനായതുകൊണ്ട് അദ്ദേഹത്തെ മന്ത്രിയാക്കി എന്ന് പറയാൻ പാടുണ്ടോ സന്ദീപ് വാര്യർ? അതല്ല, നിങ്ങൾക്ക് അങ്ങനെ പറയാമായിരുന്നു. V മുരളീധരൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറയണമെങ്കിൽ ഒരു ധാർമ്മികത വേണമല്ലോ. ആ ധാർമ്മികത നിങ്ങൾക്കുണ്ടോ? കേരളത്തിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഏതെങ്കിലും മാധ്യമങ്ങൾക്കോ രാഷ്ട്രീയ പ്രവർത്തകർക്കോ പാർട്ടികൾക്കോ ആ ധാർമ്മികതയുണ്ടോ? അങ്ങനെ പറയാൻ ധാർമ്മികതയുണ്ടോ? ഇല്ലല്ലോ. നമ്മളെല്ലാവരും സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്, വോട്ട് ചോദിക്കുന്നത്, ഇന്ന സ്ഥാനാർത്ഥിക്ക് ഇന്ന മതക്കാരുടെ വോട്ട് കിട്ടുമോ എന്ന് വരെ ചർച്ചയിൽ നമ്മൾ ഇഴകീറി പരിശോധിക്കുന്നതൊക്കെ ഇവിടെയല്ലേ? ഓരോ സഭക്കാരും ഓരോ മത സാമുദായിക നേതാക്കളും തെരഞ്ഞെടുപ്പിൽ അഭിപ്രായം പറയുന്നില്ലേ? V മുരളീധരന് മാത്രമായിട്ട് അങ്ങനെ അഭിപ്രായം പറയാൻ പാടില്ല. നമുക്ക് ധാർമ്മികതയില്ല, അങ്ങനെ പറയാൻ നമുക്കൊരു ധാർമ്മികത. എങ്കിൽ കൂടിയും നിങ്ങളുടെ ഉദ്ദേശം ക്രൈസ്തവ സമുദായത്തിലേക്ക് സ്വാധീനം ചെലുത്താനാണെങ്കിൽ കൂടിയും അത് പറയേണ്ടതില്ലല്ലോ. അത് എടുത്തു പറയേണ്ട കാര്യമുണ്ടോ? അത് അണ്ടർസ്റ്റുഡ് ആണ്, ഓക്കെ. അത് എടുത്തു പറയുമ്പോഴത്തേക്ക് ജോർജ് കുര്യന് പറയേണ്ടി വരികയാണ്, ഞാൻ ക്രൈസ്തവനായതുകൊണ്ട് എനിക്ക് കിട്ടിയ മന്ത്രിസ്ഥാനമല്ല, ഞാൻ എല്ലാവരുടെയും മന്ത്രിയാണ്, എല്ലാവരെയും നോക്കേണ്ടത് ഉത്തരവാദിത്തമാണ് എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വരികയല്ലേ സാർ?
അങ്ങനെയല്ല. ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തൊരു മന്ത്രി എല്ലാവർക്കും വേണ്ടിയാണ് പ്രവർത്തിക്കുക. നിങ്ങൾ നേരത്തെ പല പേരുകൾ സൂചിപ്പിച്ചു, പല ആളുകളുടെ പേരുകൾ സൂചിപ്പിച്ചു. കേരളത്തിലെ BJPക്കകത്ത് ക്രൈസ്തവ സമുദായാംഗങ്ങളായിട്ടുള്ള നിരവധി നേതാക്കളുണ്ട്. അവരിൽ ജോർജ് കുര്യന് തന്നെ മന്ത്രിസ്ഥാനം കിട്ടാൻ കാരണമായത് തീർച്ചയായിട്ടും താങ്കൾ സൂചിപ്പിച്ച ആ സീനിയോറിറ്റിയും 80 മുതൽ തന്നെ BJPയോടൊപ്പം അടിയുറച്ച് നിൽക്കുന്ന ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള കേഡറിന് കൊടുത്തുള്ള അംഗീകാരം തന്നെയാണ്. ഞങ്ങൾക്കൊക്കെ അതിൽ അഭിമാനമുണ്ട്. ഇന്ന് രാവിലെ മന്ത്രിയുമായി സംസാരിച്ചപ്പോൾ ഞാൻ ഇക്കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് മറ്റു പല പ്രവർത്തകർക്കും ഒരു മാതൃകയാണ് എന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. തീർച്ചയായിട്ടും വലിയ സന്തോഷമുള്ള കാര്യമാണ്. അങ്ങ് പറഞ്ഞത് 100% ശരിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കമ്മിറ്റ്മെന്റിന് കിട്ടിയിട്ടുള്ള അംഗീകാരമാണെന്ന് തർക്കമൊന്നുമില്ല. പക്ഷേ ആ അംഗീകാരം എന്ന് പറയുന്നത് കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന്, ക്രൈസ്തവ സഭകൾക്ക് ഒക്കെ അവർക്ക് കൂടി കിട്ടിയിട്ടുള്ള അംഗീകാരമായിട്ട് ഞങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ രാഷ്ട്രീയമാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ ലൈൻ സ്വീകരിക്കാം. വി മുരളീധരൻ എപ്പോഴും മന്ത്രിയല്ല, അദ്ദേഹം BJPയുടെ നേതാവാണ്. അദ്ദേഹത്തിന് ആ പൊളിറ്റിക്കൽ ലൈന് പറയാനുള്ള എല്ലാ അർഹതയും കേരളത്തിലുണ്ട്. കേരളത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് മുരളീധരൻ വിമർശിക്കാൻ ഒരു അർഹതയില്ല. വിമർശിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സ്വയം ആ ധാർമ്മികത പുലർത്തുന്നവരാവണം. ആ ധാർമ്മികത നമ്മൾ ആരും പുലർത്താത്തിടത്തോളം കാലം വി മുരളീധരൻ മാത്രം അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് അർഹതയില്ല എന്നുള്ളത് വസ്തുതയാണ്. ഒന്ന്, ഇവിടെ ശ്രീ VPP മുസ്തഫയോടും ജ്യോതികുമാർ ചാമക്കാലയോടും ചോദിച്ച ചില കാര്യങ്ങളുണ്ട്, അതിന് കൂടി ചില മറുപടികൾ പറയട്ടെ. ഇവിടെ VPP മുസ്തഫ ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ ഞങ്ങൾ തോറ്റെങ്കിലും ദേശീയ തലത്തിൽ വന്നിട്ടുള്ള റിസൾട്ട് വളരെ ആവേശം നൽകുന്നതാണ്. ഏത് റിസൾട്ടാണ് CPMന് ദേശീയ തലത്തിൽ ആവേശം നൽകിയിട്ടുള്ളത് ഒന്ന് പറയാമോ? ബംഗാളിൽ 35 കൊല്ലം ഭരിച്ച ബംഗാളിൽ 33 സീറ്റിൽ മത്സരിച്ച് കിട്ടിയ വോട്ട് ശതമാനം എത്രയാ? 5% വോട്ടാണ് കിട്ടിയുള്ളത്. 5%. ഇവിടെ കൊട്ടിഘോഷിച്ചുള്ള ബ്രിഗേഡ് ഗ്രൗണ്ടിൽ ലക്ഷക്കണക്കിന് പേർ DYFIയുടെ മീറ്റിംഗിൽ വന്നു. അവിടെ AR റഹീമിന്റെ പ്രസംഗം കേട്ട് അവിടെ ലക്ഷക്കണക്കിന് മനുഷ്യർ കൈയടിച്ചു. ഇതാ ബംഗാളിൽ CPM തിരിച്ചു വരുന്നു എന്ന് ചർച്ച ചെയ്ത ആളുകളൊക്കെ ഇപ്പൊ എന്താ പറയാത്തത്? അവിടെ CPM ആകെ ഒരു സീറ്റിലാണ് 2ാം സ്ഥാനത്ത് പോലും വന്നത്. ഒറ്റ സീറ്റിലാണ് 2ാം സ്ഥാനത്ത് വന്നത്. 33 സീറ്റിൽ 32 സീറ്റിലും കെട്ടിവെച്ച കാശാണ് അവിടെ പോയത്. 32 സീറ്റിലും അതുപോലെയുള്ള തകർച്ച ബംഗാളിൽ. ഇനി ത്രിപുരയിൽ, നിങ്ങൾ 30 വർഷം ഭരിച്ച ത്രിപുരയിൽ ആകെ കിട്ടിയത് 12% വോട്ടാണ്. BJP കിട്ടിയത് 70% വോട്ടാണ്. 70% വോട്ടാണ്. തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ BJP മത്സരിച്ചു. അവിടെ BJP ഒരു മുന്നണിയുടെ ഭാഗത്തിൽ അവിടെ ചെറിയ പാർട്ടികളുമായിട്ട് മുന്നണിയായിരുന്നു. അവിടെ BJP കിട്ടിയിട്ടുള്ള വോട്ട് എത്രയാണ്? അവിടെ NDAക്ക് 19% വോട്ട്. ഈ കേരളത്തിൽ നിങ്ങൾ പരിശോധിക്കുക. കേരളത്തിൽ ഞങ്ങൾ 20% വോട്ടോളം എത്തിക്കഴിഞ്ഞു. ഒരു മണ്ഡലത്തിൽ ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു. ഒരു മണ്ഡലത്തിൽ 2ാം സ്ഥാനമാണ്. 2ഓ 3ഓ മണ്ഡലങ്ങളിൽ ഞങ്ങൾ വളരെ നിർണായകമായിട്ടുള്ള സ്ഥാനങ്ങളിൽ 10,000 15,000 വോട്ടിന്റെ വ്യത്യാസത്തിൽ മാത്രം പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇവിടെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് തെറ്റിതിരുത്താനും പരിശോധനയ്ക്കും തയ്യാറുണ്ടെങ്കിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായിട്ടുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എന്താ വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുള്ളത്? എന്തുകൊണ്ട് നിങ്ങൾ തോറ്റു എന്നുള്ളതിന്റെ ഉത്തരം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിലുണ്ട്. അദ്ദേഹം എന്താ പറഞ്ഞത്? കേരളത്തിലെ CPM മുസ്ലിം മതവിഭാഗത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അവർക്ക് ഹിന്ദു ഭൂരിപക്ഷത്തിന്റെ വോട്ട് നഷ്ടപ്പെട്ടത്. നിങ്ങൾ ഇഴകീറി പരിശോധിച്ചോ? നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഓരോ വോട്ടും ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും വോട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ കാരണം നിങ്ങൾ നടത്തിയിട്ടുള്ള ഹമാസ് പ്രേമമാണ്. ഇസ്രായേലിലേക്ക് കടന്നു ചെന്ന് ഹമാസ് തീവ്രവാദികൾ നടത്തിയ നരനായാട്ടിനെ അനുകൂലിച്ചുകൊണ്ട്, മനുഷ്യത്വരഹിതമായിട്ടുള്ള നരനായാട്ടിനെ അനുകൂലിച്ചുകൊണ്ട്, മതഭീകരവാദത്തെ അനുകൂലിച്ചുകൊണ്ട് നിങ്ങൾ മുക്കിന് സംഘടിപ്പിച്ച ഹമാസ് അനുകൂല പൊതുയോഗങ്ങളുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ പരാജയത്തിന്റെ ആദ്യത്തെ കാരണം. ന്യായീകരിക്കാൻ വേണ്ടി ചാനൽ ചർച്ച. അല്ല, ഞാൻ പറഞ്ഞോട്ടെ ആഷ്മി, ഞാനൊന്ന് പറഞ്ഞോട്ടെ ആഷ്മി, നിങ്ങൾ എന്തിനാ തടസ്സപ്പെടുന്നത്? ഈ ദിവസം അല്ലല്ല, ഇതൊന്ന് പറഞ്ഞോട്ടെ. ഇപ്പൊ ഇടവേള പോലെ അല്ലെങ്കിൽ കേൾക്കേണ്ട കാര്യമാണ്. ഹിന്ദു വിശ്വാസം. ഒരു മിനിറ്റ്. സന്ദീപ്, താങ്കൾ പറഞ്ഞു പൂർത്തിയാക്കുള്ളൂ. പക്ഷേ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ SDPയുടെ വോട്ട് കിട്ടിയിട്ടുണ്ടാകാം എന്ന് തുറന്നു സമ്മതിച്ച ഒരൊറ്റ സ്ഥാനാർത്ഥിയേ ഉള്ളൂ. സന്ദീപ്, ഞാൻ പറയട്ടെ, ഇവിടെ എന്തുകൊണ്ട് LDFന്റെ വോട്ട് ബേസ് അവിടെ നഷ്ടപ്പെട്ടു എന്നവർ ആത്മാർത്ഥമായ ഒരു പരിശോധന നടത്തി കഴിഞ്ഞാൽ അവർ നടത്തിയിട്ടുള്ള ഹിന്ദു വിരുദ്ധ, ക്രൈസ്തവ വിരുദ്ധ നിരവധിയായിട്ടുള്ള പരാമർശങ്ങളുടെ പേരിൽ, അവിടെ നടത്തിയിട്ടുള്ള നടപടികളുടെ പേരിലാണ് നഷ്ടപ്പെട്ടുള്ളത്. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ അതേ കാര്യമാണ് കൂർലോസ് തിരുമേനിയും പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായി പറഞ്ഞല്ലോ, പാർട്ടിക്കകത്തും സർക്കാരിനകത്തും മുസ്ലിം ആണെന്നുള്ളതിന്റെ പേരിൽ പ്രത്യേകമായിട്ടുള്ള പരിഗണന കൊടുക്കുന്നു, പലർക്കും കൊടുക്കുന്നു എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് തന്നെ മറ്റൊരു ഭാഷയിൽ കൂർലോസ് തിരുമേനി പറഞ്ഞില്ലേ, മത സാമുദായിക ശക്തികളെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമമാണ് പരാജയത്തിന് കാരണം എന്നുകൂടി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ടല്ലോ. അത് നിഷേധിക്കാൻ മുസ്തഫയ്ക്ക് കഴിയോ? അങ്ങനെ മത സാമുദായിക ശക്തികളെ പ്രീണിപ്പിക്കാൻ വേണ്ടി പിണറായി വിജയനും സംഘവും നടന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ഹിന്ദു സംഘടനയെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടന്നിട്ടില്ലല്ലോ. ക്രൈസ്തവ സഭാംഗമായിട്ടുള്ള തിരുമേനി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെ ഉദ്ദേശിച്ചായിരിക്കും, എന്ത് ഉദ്ദേശിച്ചായിരിക്കും കൃത്യമാണല്ലോ. അപ്പൊ എന്തുകൊണ്ട് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും CPM
CPM-നെയും LDF-നെയും ഉപേക്ഷിക്കേണ്ടി വന്നു എന്നുള്ളതിന്റെ ഉത്തരമാണ് അവർ തേടേണ്ടത്. അതിന്റെ ഉത്തരമെന്ന് പറയുന്നത് സംഘടിതമായിട്ടുള്ള വോട്ട് ബാങ്കിന് വേണ്ടി എന്ത് നെറികെട്ട രീതിയിലും സംസാരിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും തയ്യാറില്ലാത്ത രീതിയിൽ ഇടതുപക്ഷം തരംതാണ രീതിയിലേക്ക് പോയി. ഈ ഇടതുപക്ഷത്തിന്റെ കോർ വോട്ട് ബാങ്ക് ആയിരുന്ന ഹിന്ദു വോട്ട് ബാങ്കിനെ അവർ വഞ്ചിച്ചു. അത് ശബരിമല മുതൽ തുടങ്ങിയിട്ടുള്ള വഞ്ചനയാണ്. അത് ഗണപതി മിത്താണെന്ന് പറയുന്നവരെത്തി. ആ പറഞ്ഞ നേതാവിനെ തിരുത്താനല്ല, മറിച്ച് ഹിന്ദുക്കളെ വീണ്ടും വീണ്ടും അവരുടെ വിശ്വാസത്തെ അധിക്ഷേപിക്കാൻ വേണ്ടിയാണ് CPM തയ്യാറായത്. ആ പറഞ്ഞയാളെ ന്യായീകരിക്കാൻ വേണ്ടി ചാനലുകൾ വന്നിരുന്നു, നേതാക്കന്മാർ തയ്യാറായി. ഒരു സെക്കൻഡ് ഞാൻ പൂർത്തിയാക്കട്ടെ. ഇവരുടെ പ്രധാനപ്പെട്ട വോട്ട് നിങ്ങൾ പരിശോധിക്കുക, ഇവരുടെ വോട്ട് പരിശോധിക്കുക. ഇവർക്ക് നഷ്ടപ്പെട്ട വോട്ടുകൾ മുഴുവൻ ഏത് ഭാഗത്തുനിന്ന് ഏത് സമുദായത്തിന് ആധിപത്യമുള്ള പ്രദേശങ്ങളിലെ വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നത് ഹിന്ദുക്കളിലെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ, ഹിന്ദുക്കൾ താമസിക്കുന്ന സ്ഥലങ്ങളിലെ വോട്ടുകളാണ് ഇവർക്ക് നഷ്ടപ്പെട്ടുള്ളത്. പ്രത്യേകിച്ച് ഈഴവ വിഭാഗത്തിന്റെ വോട്ടുകൾ വലിയ തോതിൽ നഷ്ടപ്പെട്ടു. ആലപ്പുഴയിൽ, ആറ്റിങ്ങലിൽ BJP 1-ാം സ്ഥാനത്താണ് നിയമസഭാ മണ്ഡലത്തിൽ. നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ കണക്ക്? ആലപ്പുഴയിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള മുന്നേറ്റം, ശോഭാ സുരേന്ദ്രൻ നടത്തിയിട്ടുള്ള മുന്നേറ്റം, ഇവരെ അന്തം വിട്ടിരിക്കുകയല്ലേ. എങ്ങനെ ഇത്ര വോട്ട് കിട്ടിയെന്ന്, വരെ പോയി പരിശോധിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നടത്തിയിട്ടുള്ള ഹിന്ദു വിരുദ്ധതയാണ് അതിന് കാരണം. ശരി, ആ വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ നോക്കി. മുസ്ലിങ്ങൾക്ക് പ്രീണിപ്പിക്കുന്നതിലൊന്നും തെറ്റൊന്നുമില്ല. അവർക്ക് കൊടുക്കേണ്ടത് തന്നെയാണ്. പിന്നെ അവരെ കൂടെ കൂടുതൽ നിർത്തിയാൽ ഇവിടെ നിന്ന് എന്തെങ്കിലും ചോർച്ച പോയാൽ അത് പരിഹരിക്കാൻ കൂടെ വേണ്ടിയിട്ട് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ നോക്കിയപ്പോൾ വന്ന അപകടം എന്താണ്? പ്രീണനം കുറെ കൂടിപ്പോയില്ലേ? ആ പ്രീണനം കൂടിയപ്പോൾ ന്യൂനപക്ഷത്തെപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് പോലും. പോകുന്നതിന് മുമ്പ് ഒരു പ്രതികരണം കൂടി, KC വേണുഗോപാൽ ഒരു പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. CPM-നല്ലേ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. CPM കോൺഗ്രസിനെ ശത്രുവായിട്ടാണ് കണ്ടിട്ട് ഇലക്ഷനുകൾ. അവരുടെ മുഖ്യ ശത്രു രാഹുൽ ഗാന്ധിയായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധന, രാഹുൽ ഗാന്ധിയെക്കുറിച്ച് BJP-യും സംഘപരിവാറും പറഞ്ഞ ഭാഷ, ആ ഭാഷ ഞാനും ഉപയോഗിക്കുമെന്ന് പറയുക, അത് അവരാ ചെയ്തത്. ഞങ്ങളുടെ സ്വഭാവം എല്ലാ കാലത്തും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നയിച്ച പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ എല്ലാ കാലത്തും കാണുന്നത് BJP എന്ന് പറയുന്നത് അവരുയർത്തുന്ന വിഘടന വിഭജിത ആ ഒരു രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അവരാണ് മുഖ്യമായിട്ടുള്ള രാഷ്ട്രീയം. ശരി, ഡോക്ടർ VP മുസ്തഫ, ഇവിടെ സന്ദീപ് വാര്യർ പറയുന്നതിൽ ഉറപ്പായും രാഷ്ട്രീയമുണ്ടാകും. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിൽ എന്താണ് 100% വസ്തുതാപരമാണോ എന്ന് ചോദ്യം ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ പറയുന്നുണ്ട്. ഈ പറയുന്ന രീതിയിൽ അനർഹമായി നേടിയത് എന്താണ് എന്ന നറേറ്റീവ് സത്യമാണോ എന്നറിയാൻ സർക്കാർ ധവളപത്രം ഇറക്കണം, അത് സത്യമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ഒരു പ്രീണനമുണ്ടായി എന്ന് പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ മുസ്ലിം വിഭാഗത്തെ ഒപ്പം നിർത്താൻ നടത്തിയ അതിരുകടന്ന നീക്കം മറ്റു വിഭാഗങ്ങളുടെ വോട്ടു ചോർച്ച ഉണ്ടായോ എന്ന് CPM പരിശോധിക്കേണ്ടതാണ്. അത് സന്ദീപ് വാര്യർ പറയുന്നതുകൊണ്ടോ ജ്യോതികുമാർ ചാമക്കാൽ പറയുന്നതുകൊണ്ടോ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതുകൊണ്ടോ എതിർക്കേണ്ട ഒന്നല്ല. 2, ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ ശത്രുവായി, കോൺഗ്രസിനെ ശത്രുവായി CPM കണ്ടു, BJP-യേക്കാൾ കൂടുതൽ. അതും ഈ നാട് മുഖവിലക്കേ എടുത്തില്ല എന്നുള്ളതും നിങ്ങളെ ചർച്ചയ്ക്ക് വിശദമായി പ്രേരിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളല്ലേ മുസ്തഫ? അല്ല, അതിലൊന്നും തർക്കമില്ലല്ലോ ഹാഷ്മി. ഞങ്ങൾ കേരളത്തിൽ വലിയ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചൊരു വിജയം ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടും CPI-യും തിരിച്ചുവരവിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് നീങ്ങണമെങ്കിൽ എന്തുകൊണ്ട് തോറ്റു? അത് പരിശോധിച്ചേ പറ്റൂ. അതിനുള്ള എല്ലാ മെക്കാനിസവും ഉള്ള പാർട്ടിയല്ലേ ഇത്. 2019 ഇതുപോലെ തോൽവിയല്ലേ ഞങ്ങൾക്കുണ്ടായത്. ഇത് ഹാഷ്മിക്ക് ഞാൻ പഴയത് പറയുമ്പോഴാണല്ലോ വിഷമം. 2019 എന്ന് പറഞ്ഞാൽ വളരെ വളരെ പണ്ടുള്ള കാലമല്ലല്ലോ, 5 വർഷം മുമ്പ്, വളരെ അടുത്ത ഭൂതകാലമായിരുന്നല്ലോ. അന്നും ഞങ്ങൾ ഇതുപോലെ തോക്കുകയല്ലേ ചെയ്തത്. അന്നും മുസ്ലിം വോട്ട് ഞങ്ങൾക്ക് പോയിട്ടില്ലേ, അന്നും ഹിന്ദു വോട്ട് പോയിട്ടില്ലേ, അന്നും ക്രിസ്ത്യാനി വോട്ട് പോയിട്ടില്ലേ? എല്ലാ മനുഷ്യരുടെയും വോട്ട് പോയിട്ടുണ്ടല്ലേ ഞങ്ങൾ 2019 ഒരു സീറ്റിലേക്ക് മാത്രം ഒതുങ്ങിയത്. പക്ഷേ ആ തോൽവി ഞങ്ങളെ അങ്ങ് പൂർണ്ണമായിട്ടും കൂമ്പടപ്പിച്ചോ? 2019 ഒരു സീറ്റിലേക്ക് ഒതുങ്ങിയപ്പോൾ കേരളത്തിലെ CPM-ഉം ഇടതുപക്ഷവും ഇല്ലാതായി പോയോ? ഞങ്ങളെല്ലാം അങ്ങ് അസ്തമിച്ചു പോയോ? തൊട്ടുപിറകെ 2020 1.5 വർഷം കഴിയുമ്പോൾ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ശബരിമലയിൽ ഉൾപ്പെടെ ഞങ്ങൾ തിരിച്ചു വന്നില്ലേ? 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരാണോ 2019 ഞങ്ങളെ എതിർത്ത് തോൽപ്പിച്ചത്, അതേ ജനത ചരിത്ര വിജയം സമ്മാനിച്ച് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ?
ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും ഇടതുപക്ഷമല്ലേ ജയിച്ചത്? സാക്ഷാൽ ശബരിമല ഉൾപ്പെടുന്ന റാന്നി മണ്ഡലത്തിൽ ഉൾപ്പെടെ ഇടതുപക്ഷമല്ലേ ജയിച്ചത്? ഈ രാജ്യത്തെ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും ഗുരുവായൂർ അമ്പലം ഉൾക്കൊള്ളുന്ന മണ്ഡലത്തിൽ ഞങ്ങളല്ലേ ജയിച്ചത്? അനന്തപത്മനാഭന്റെ മണ്ണിൽ ഞങ്ങളല്ലേ ജയിച്ചത്? അതുകൊണ്ട് ഈ ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദുക്കളൊക്കെ പോയിരിക്കുകയാണ് എന്നൊന്നും പറഞ്ഞ് വല്ലാതെ അങ്ങ് രാഷ്ട്രീയം കളിക്കാൻ ശ്രമിച്ചാൽ അയോധ്യ ഉൾക്കൊള്ളുന്ന ഫൈസാബാദിലുണ്ടായ തോൽവി, വാരണാസിയിൽ ക്ഷേത്ര നഗരത്തിൽ ഇന്നത്തെ പ്രധാനമന്ത്രി വിറച്ചുപോയത് മറക്കണ്ട, അത്രേ ഞാൻ പറയുന്നുള്ളൂ. സീതാപൂരും ശ്രാവസ്തിയും ഒക്കെ കൂട്ടത്തിലുണ്ട്. ഇല്ല, അത് BJP ആണ്. അവിടെ സീതാപൂരും ശ്രാവസ്തിയും അടക്കം തിരിച്ചടിയുടെ സ്ഥലമാണ്. പക്ഷേ ശ്രീ മുസ്തഫ, നിങ്ങൾ BJP അല്ല, നിങ്ങൾ CPM ആണ്. നിങ്ങൾ ഈ പറഞ്ഞ മതേതരമായ ചിന്ത മുന്നോട്ട് വെക്കേണ്ടവരാണ്. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രീണന രാഷ്ട്രീയമോ 10 വോട്ട് കൂടുതൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഏതെങ്കിലും വിഭാഗത്തോട് പ്രീണനം നടത്തേണ്ടവരല്ല. ഇപ്പൊ നിങ്ങളുടെ ന്യൂനപക്ഷ സ്നേഹം അത് ആത്മാർത്ഥമാണോ എന്ന് സംശയമുള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ പറഞ്ഞ ഇപ്പോൾ കോൺഗ്രസ് ജയിച്ചാൽ എല്ലാവരും BJP-യിലേക്ക് പോകും എന്ന ഒരു വലിയ നറേറ്റീവ്. ഒരു 10%, ഒരു ശതമാനം പോലും മുഖവിലേക്ക് എടുത്തിട്ടില്ല കേരളം. ശ്രീ മുസ്തഫ, പണ്ട് ഹസൻ അമീർ കുഞ്ഞാലിക്കുട്ടി എന്നൊരു നറേറ്റീവ് പൊട്ടി വീണു വേറൊരു തെരഞ്ഞെടുപ്പിൽ. അന്നും നിങ്ങളുടെ ലക്ഷ്യം ധ്രുവീകരണമായിരുന്നു. ധ്രുവീകരണ രാഷ്ട്രീയം നിങ്ങൾക്ക് ചേർന്നതല്ല എന്ന ഒരു കണ്ണുതുറപ്പിക്കൽ പാഠം കൂടിയാകുമോ ഈ പറയുന്ന തോൽവി മുസ്തഫ? ഞങ്ങൾ ഒരു ധ്രുവീകരണ രാഷ്ട്രീയവും നടത്തിയിട്ടില്ല. പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ ചർച്ച ചെയ്യണ്ടേ? CAA നിയമം ഞങ്ങൾ ഇപ്പൊ നടപ്പിലാക്കും എന്ന് വീണ്ടും ഒരു കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനോട് CPIM പോലെ ഒരു പാർട്ടി പ്രതികരിക്കണ്ടേ? ഗാസയിലെ ഈ ബോംബിങ്ങും നരഹത്യയും കാണുമ്പോൾ സാക്ഷാൽ മാർപ്പാപ്പ ഇന്നലെ ഞായറാഴ്ച സാക്ഷാൽ മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ മധ്യാഹ്ന പ്രഭാഷണത്തിൽ എന്താ പറഞ്ഞത്? പലസ്തീനിൽ ഇരകളായ കുഞ്ഞുങ്ങളെ ലോകം മുഴുവൻ സഹായിക്കണമെന്ന. അത് CPIM പറയണ്ടേ? ഇതൊക്കെ എങ്ങനെയാ പ്രീണന രാഷ്ട്രീയമാവുന്നത്? ഞങ്ങൾ ആർക്കെങ്കിലും 5ാം മന്ത്രി സ്ഥാനം കൊടുത്തോ? ഞങ്ങൾക്ക് കിട്ടേണ്ട ഏതെങ്കിലും ഒരു പോസ്റ്റ് എടുത്തിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടോ? അതിനു വേണ്ടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് സമുദായത്തിന് കൊടുക്കണം. മുസ്തഫ, നിങ്ങൾ CAA-ക്കെതിരെ പറയുകയും CAA-ക്കെതിരെ പ്രതിഷേധിച്ച ആൾക്കാർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിച്ചു എന്ന് കള്ളം പറയുകയും ചെയ്തു. നിങ്ങൾ UAPA-ക്കെതിരെ സംസാരിക്കുകയും ഇവിടെ UAP എടുക്കുകയും ചെയ്തു. അങ്ങനെ നിങ്ങളുടെ വർത്തമാനത്തിലും പ്രവൃത്തിയിലുമുള്ള അന്തരം ജനം കാണുന്നതല്ലേ മുസ്തഫ? അതിന് കിട്ടിയ തിരിച്ചടി എന്നുകൂടി ആത്മപരിശോധനാപരമായി കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ പ്രീണനമില്ലല്ലോ. അപ്പൊ പിന്നെ പ്രീണനമില്ലല്ലോ. ഞങ്ങൾ UAPA കേസ് എടുക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ പൗരത്വ ഭേദഗതി സമരത്തിൽ കേസെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രീണനമില്ലല്ലോ. പറയാൻ പോരുത്. ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ലല്ലോ. പറയാൻ പോരുത്. വാദം പൊളിയുകയല്ലേ? താങ്കൾ തന്നെ പറയല്ല. ഇല്ല, ഞാൻ പറയുന്നു അങ്ങനെയെങ്കിൽ UAPA-ക്കെതിരെ ചന്ദ്രഹാസം ഉളക്കാൻ പോരുത്. അങ്ങനെയെങ്കിൽ CAA-ക്കെതിരെ ഞങ്ങൾ മാത്രമാണ് സംരക്ഷകർ എന്ന് പറയാൻ പോരുത്. താങ്കളാണ് ജ്യോതികുമാർ ചാമക്കാലയുടെയും സന്ദീപിന്റെയും വാദം കേട്ടിട്ട് താങ്കളെ എന്നോട് ചോദിച്ചത്, നിങ്ങൾ BJP അല്ല, നിങ്ങൾ CPM, നിങ്ങൾ ധ്രുവീകരണത്തിന്റെ പുറകെ പോയി. ഞങ്ങൾ പോയിട്ടില്ല. ആ മറുപടി ഞാൻ പറഞ്ഞപ്പോഴാണ് താങ്കൾ തന്നെ പറയുന്നു, ഇതാ CPM അങ്ങനെയല്ല, മുസ്ലിങ്ങൾക്ക് മാത്രമേ പ്രീണനം കൊടുക്കുകയും അവരെയെല്ലാം രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നവരല്ല എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ. അപ്പൊ അത് മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഞങ്ങളോട് എന്തൊരു സ്നേഹ ഇപ്പം നിങ്ങൾക്കെല്ലാം ഇപ്പൊ വേണ്ടത് എന്താ? ഇപ്പോ ചാമക്കാല തുടങ്ങിയത് എങ്ങനെയാ? മുസ്തഫ ഇവിടെ തള്ളിപ്പറയോ എന്നൊക്കെ ചോദിച്ചിട്ടാണ്. എന്നിട്ട് തൃശ്ശൂരിലേത് അവരുടെ ജനാധിപത്യം എന്ന് വീണ്ടും സ്ഥാപിക്കുകയാണ്. ആലപ്പുഴയിൽ നിങ്ങളുടെ യാത്രക്കിടയിൽ KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചത് തള്ളിപ്പറയാൻ ജ്യോതികുമാർ ചാമക്കാല തയ്യാറുണ്ടോ? എല്ലാ മാധ്യമങ്ങളും കാണിച്ചതാണല്ലോ. ആ വാക്ക് സൈലന്റ് ആക്കിയവര്. കാരണം അത് കേൾപ്പിക്കാൻ കൊള്ളില്ല. മുഖ്യമന്ത്രി കേൾപ്പിക്കാം. മുസ്തഫ, KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചൊരു വാക്ക് പോലെയുള്ള വാക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗീവർഗീസ് മാർ കൂറിലോസിനെ വിളിച്ചത് എന്നങ്ങ് സമ്മതിക്കുന്നുണ്ട്. അല്ല കാര്യം, KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ വിളിച്ച പോലൊരു വാക്കാണ്. അങ്ങനെ പുറത്തു പറയരുതാത്തൊരു വാക്കാണ് എന്നല്ലേ ആ താരതമ്യത്തോട് താങ്കൾ പറയുന്നത്? സന്തോഷം മുസ്തഫ. എന്തൊരു സന്തോഷം ഹാഷ്മിക്ക്. അങ്ങനെ എന്റെ നാവിലേക്കൊന്ന് തള്ളിക്കയറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് എന്താ? ഇവിടെ എന്നോട് ഇപ്പൊ തള്ളിപ്പറയണം പിണറായിയെ എന്നാവശ്യപ്പെടുന്ന നിങ്ങൾ എന്തേ സുധാകരനെ തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ? കിടക്കട്ടെ. തൃശ്ശൂരിൽ ജനാധിപത്യം. ജ്യോതികുമാറെ, നിങ്ങൾ ഈ നടപടി എടുത്തിട്ടില്ലെങ്കിൽ മധു കൊല്ലന്നൂരിനെ പോലെ, ലാൽജിയെ പോലെ, ഹനീഫയെ പോലെ ഇപ്പൊ അവിടെ കൊലപാതകം നടക്കും. നിങ്ങളുടെ ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായിട്ട്, ഈ വലിയ ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് ഈ സമീപകാലത്ത് 3 കൊലപാതകങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കാർ പരസ്പരം നടത്തിയ ജില്ലയാ തൃശ്ശൂര്.
അതുകൊണ്ട് വീണ്ടും കൊലപാതകം നടത്താതിരിക്കണമെങ്കിൽ ശരി, നടപടി ഉണ്ടായെന്നാണ് ശ്യാമകാല മറുപടി. ശ്യാമകാല മറുപടി. ഇപ്പൊ CPM എന്താ പറയുകയാണ് 2019 പ്ലീസ് അല്ലല്ല പൂർത്തിയാക്കും. അല്ല പറഞ്ഞു തീർക്കട്ടെ. അവരെത്ര സമയം എടുത്തിട്ടാ നിങ്ങൾ 3 പേരും കൂടി പറയുന്നത്? അത് പറഞ്ഞു തീർക്കട്ടെ. പിണറായിയുടെ മനോനില പരിശോധിക്കണം. ഈ പിണറായി നേതൃത്വം നൽകിയിട്ട 2019 തിരിച്ച് അടിയിൽ നിന്ന് ഞങ്ങൾ 2020 2021 കേരളത്തിൽ തിരിച്ചു വന്നത്. ഇതേ പിണറായി, ഇതേ ശൈലി എന്തെങ്കിലും മാറ്റിയിരുന്നോ? ഇന്നത്തെ ശൈലിയിൽ നിന്ന് വലിയ പുറകോട്ട് പോക്കൊന്നും ഉണ്ടായിരുന്ന ഒരു പിണറായി അല്ലല്ലോ 2021 2019. ഈ ശൈലി വെച്ചിട്ട് ഇവിടെ ഇപ്പോ ജ്യോതികുമാർ പറഞ്ഞതുപോലെ ഇതേ മനോനില വെച്ചിട്ട് അദ്ദേഹം പ്രവർത്തിച്ചപ്പോൾ കേരളത്തിലെ ജനത അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വലിയ വിജയം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സമ്മാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിണറായിയെ കുറിച്ചിട്ട് വലിയ ആശങ്കയൊന്നും നിങ്ങൾക്ക് വേണ്ട. പിണറായിയെ വിമർശിക്കാനുള്ളിടത്ത് ഇപ്പോ നിങ്ങൾ ഹാഷ്മി വെള്ളിയാഴ്ചത്തെ മിനിഞ്ഞാന്നത്തെ നിങ്ങളുടെ ഒരു വാർത്താ ബുള്ളറ്റിൻ കാണിക്കാൻ തയ്യാറുണ്ടോ? CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വെള്ളിയാഴ്ച നടന്നു. എന്താ നിങ്ങൾ കൊടുത്ത തലക്കെട്ട് CPM സെക്രട്ടേറിയറ്റിൽ വിമർശനം എന്നാണ്. സംസ്ഥാന ഭരണത്തെക്കുറിച്ച് ഈ തോൽവിയുടെ പശ്ചാത്തലത്തിൽ CPM സെക്രട്ടേറിയറ്റിൽ വിമർശനം. ആ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ആര് ഇരിപ്പുണ്ട്? പിണറായി ഇരിപ്പുണ്ട്. ആ പിണറായി യോഗത്തിലേക്ക് പോകുന്നതും വരുന്നതുമായ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് നിങ്ങൾ തന്നെ പറഞ്ഞത് CPM യോഗത്തിൽ വിമർശനമെന്ന്. അപ്പൊ പിണറായിയെ ഇരുത്തിയിട്ട് സാധാരണ രീതിയിൽ സെക്രട്ടേറിയറ്റ് വിമർശനം ഉണ്ടായെന്ന് അങ്ങനെ തുറന്ന് സമ്മതിക്കാത്തതാണ് പാർട്ടി അംഗങ്ങൾ. ഒരുപാട് പഴയതല്ല. അല്ല, ശരിയാണ്, അതുണ്ടായി. സാധാരണ രീതിയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അങ്ങനെ നിങ്ങൾ ആര് പറഞ്ഞു എന്നാ സാധാരണ ചോദിക്കുക. അപ്പം മുസ്തഫ സമ്മതിക്കുന്നു അങ്ങനെ വിമർശനം ഉണ്ടായി. സന്തോഷം. അങ്ങനെ വിമർശനം ഉണ്ടാവണമെന്നേ. അങ്ങനെ വിമർശനം ഉണ്ടായാൽ മാത്രമേ ഏതു പാർട്ടിയും മുന്നോട്ട് പോകൂ. അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വാർത്ത ഞാൻ ഉദ്ധരിച്ചാൽ അത് ഞാൻ സമ്മതിക്കലല്ല. പക്ഷെ നിങ്ങൾ കൊടുത്ത വാർത്ത ഏതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ട്. അവിടെ ചർച്ചകൾ നടക്കുന്നുണ്ട്, വിമർശനങ്ങൾ ഉണ്ടാവണം. ഓക്കെ, ജ്യോതികുമാർ ചാമക്കാല ഇവിടെ 2019 മുസ്തഫ പറയുകയാണ് 2019 അവർ പരാജയപ്പെട്ടതുപോലെ അതിനുശേഷം വരും തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ CPM സംഘടനാ സംവിധാനത്തെക്കുറിച്ചോ സംഘടനാ ശരീരത്തെക്കുറിച്ചോ ആർക്കും സംശയമില്ലോ. ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും വോട്ട് ചോർന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരുത്താൻ അറിയാം. ഇപ്പം ശബരിമലയിൽ നയം തിരുത്തിയെന്നറിയുമ്പോഴേക്കും വീട് കയറാൻ അറിയാം. വീട് കയറി ഞങ്ങൾക്ക് പറ്റിയത് സംഭവിച്ചത് എന്താണ് എന്ന് പറയാനറിയാം. ജനത്തെ കാണാൻ അറിയാം. അതിനുള്ള സംഘടനാ സംവിധാനം, മെഷീൻ, അല്ലാതെ ബൂത്തിലിരിക്കാൻ ആളില്ലാത്ത പാർട്ടിയല്ല CPM. ചാമക്കാല തിരിച്ചു വരും CPM. ഹാഷ്മി, 2019 പരാജയപ്പെട്ടതിന് ശേഷം 2021 തിരിച്ചു വന്നു. ആ തിരിച്ചുവരവിന് ആധാരമായ വിഷയങ്ങളെക്കുറിച്ചാണ് അഭിവന്ദ്യനായ തിരുമേനി മാർ കൂർലോസ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ആ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തെ ഈ പറയുന്ന സഭ്യമല്ലാത്ത രീതിയിൽ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തത്, അല്ലേ? അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിലാണല്ലോ അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്ന് പറയുന്നില്ല ആരും. അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ വിവരദോഷി എന്ന് വിളിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ മനോനിലയെക്കുറിച്ച് പറഞ്ഞത്. ആ മനോനിലയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം മറ്റെന്തോ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ അത് KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള തർക്കത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഒരുപാട് പറഞ്ഞു പോകേണ്ടി വരും. അവർ ഞങ്ങളുടെ പാർട്ടിക്കകത്താണെന്നെങ്കിലും വെച്ചോളൂ. ഇത് പറഞ്ഞിരിക്കുന്നത് പുറത്തുള്ള ഒരു മത മേലധ്യക്ഷനെ സംബന്ധിച്ച്. തിരിച്ച് ഞാൻ ചോദിക്കട്ടെ, MM മണി മൈക്ക് വെച്ച് കെട്ടി പുലഭ്യം പറയുന്നതല്ല ആർക്കെതിരായിട്ടാണ്? അതാ എന്ത് മനോനിലയാണ്? പോട്ടെ, മുഖ്യമന്ത്രി നികൃഷ്ടജീവി എന്ന് വിളിക്കുന്നത് എന്ത് മനോനിലയുടെ അടിസ്ഥാനത്തിലാണ്? മുഖ്യമന്ത്രി പരനാറി എന്ന് വിളിക്കുന്നത് എന്ത് മനോനിലയുടെ അടിസ്ഥാനത്തിലാണ്? മുഖ്യമന്ത്രി എടോ ഗോപാലകൃഷ്ണ എന്ന് വിളിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്? മുഖ്യമന്ത്രി കുലംകുത്തി എന്ന് വിളിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അപ്പോൾ അതൊക്കെ മനോനിലയുടെ പ്രശ്നമാണെന്നേ. ആ മനോനിലയെ സംബന്ധിച്ച് നമ്മൾ പറയാതിരിക്കാൻ നിർവാഹമില്ല മുസ്തഫ. അത് പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിട്ട് കാര്യമില്ല മുസ്തഫ. ഇത് എന്നെ കൊണ്ട് പറയിക്കാൻ വേണ്ടിയാണ് മുസ്തഫ വീണ്ടും ഇത് പറയുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ മുസ്തഫയ്ക്ക് താങ്കൾ അവകാശപ്പെട്ടതുപോലെ പാർട്ടി ഫോറത്തിൽ പറയാൻ അവസരം കിട്ടുന്നെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൂടി പറയണം. മുഖ്യമന്ത്രിയുടെ നിലപാട്, മുഖ്യമന്ത്രിയുടെ ഇതാ ഇപ്പോൾ തന്നെ പല ചാനലുകളിലും സ്ക്രോൾ പോകുന്നുണ്ട്. CPI സംസ്ഥാന കമ്മിറ്റിയിൽ നടന്നുള്ള മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള വിമർശനത്തെ സംബന്ധിച്ച് ഞാൻ എന്തായാലും അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഇവിടെ അദ്ദേഹം വീണ്ടും പറഞ്ഞു പോവുകയാണ്. ഞാൻ എന്തായാലും അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകണമല്ലോ. ഈ എന്താ പറയുന്നത്, നമ്മുടെ സന്ദീപ് വാര്യർ അദ്ദേഹം പറയുന്നു, നമ്മളിപ്പോൾ താങ്കളൊരു നമ്മുടെ V മുരളീധരൻ്റെ ഒരു ഇത് കാണിച്ചു. അദ്ദേഹം ഈ പറയുന്ന ജോർജ് കുര്യൻ മന്ത്രിയായതുമായി ബന്ധപ്പെട്ട് ശ്രീ V മുരളീധരൻ്റെ പ്രതികരണം വന്നു. ആ പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് താങ്കൾ സംസാരിക്കുകയും അതിന് ശ്രീ സന്ദീപ് വാര്യർ മറുപടി പറയുകയും ചെയ്തു. ഞാൻ അപ്പോൾ ചോദിക്കട്ടെ, നിങ്ങൾ ആ ഒരു പ്രാതിനിധ്യത്തിലേക്ക് ചുരുക്കുകയാണോ ഈ പറയുന്ന ജോർജ് കുര്യനെ?
ജോർജ് കുര്യനെ അങ്ങനെ ചുരുക്കേണ്ട ആളാണോ? ജോർജ് കുര്യന് ആ പാർട്ടിയിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. നിങ്ങൾ ആ പ്രാതിനിധ്യത്തിന് വേണ്ടിയാണ് നേരത്തെ അൽഫോൻസ് കണ്ണന്താനത്തിനെ രാജ്യസഭയിലേക്ക് കൊണ്ടുവന്നതും മന്ത്രിയാക്കിയതെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ സഹപ്രവർത്തനായി നിൽക്കുന്ന ജോർജ് കുര്യനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു അന്യമതസ്ഥനാണ്, അദ്ദേഹത്തിന് ആ പരിഗണനയാണ് ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന നിങ്ങളുടെ മനോനിലയും അല്ല ശരി ചാമക്കാല വി മുരളീധരനിലൂടെ പുറത്തു വരികയാണ്. താങ്കളുടെ ആ നിലപാട് ഞാൻ യോജിച്ചു. പക്ഷേ സന്ദീപ് അതിനോട് ചോദിച്ച മറുചോദ്യമുണ്ട്. സന്ദീപ് ചോദിച്ച മറുചോദ്യമുണ്ട്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മതം പറയാതിരിക്കുകയായിരുന്നു, നമ്മൾ സമുദായം പറയാതിരിക്കുകയായിരുന്നു, ഈഴ വോട്ടുകൾ അങ്ങോട്ട് മുസ്ലിം വോട്ടുകൾ നമ്മൾ ചോദിക്കാതിരിക്കുകയായിരുന്നു. നമ്മുടെ രാഷ്ട്രീയ പാർട്ടി നമ്മുടെ മുന്നണികൾ മതം നോക്കാതെ ജാതി നോക്കാതെ സ്ഥാനാർത്ഥികൾ നിർത്തുന്നുണ്ടോ? അപ്പൊ അങ്ങനെ ഒരു കേരളത്തിൽ എന്ന് പറഞ്ഞാണ് മുരളീധരൻ. ഞാനത് പറയട്ടെ. നമ്മൾ ആരും അങ്ങനെ പാടപ്രാവൽ ചമയേണ്ടവരല്ലോ. എല്ലാവരും ഇതൊക്കെ നോക്കി തന്നെയല്ലേ ചെയ്യുന്നത്. മുരളീധരൻ അദ്ദേഹത്തിന് നിഷ്കളങ്കത കൊണ്ട് തുറന്നു പറഞ്ഞു, അത്രേ ഉള്ളൂ. ഹാഷ്മി ഞാനൊന്ന് പറയട്ടെന്നേ, താങ്കളൊന്ന് കേൾക്കൂ, ഞാനൊന്ന് പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ. ഇവിടെ ഞാൻ പറഞ്ഞത് സ്വാഭാവികമാണ്, ചാനലുകൾ ഉൾപ്പെടെ നിങ്ങൾ നിങ്ങളുടെ അവലോകനം നടത്തുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സിറ്റ് പോൾ നടത്തുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ പോൾ നടത്തുമ്പോൾ അവിടെ ഇത്തരം ജാതീയമായ ചരിത്രത്തിനെ കുറിച്ചും കൺസോൾട്ടേഷനെ കുറിച്ചും ഒക്കെ പറയാറുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നേരത്തെയൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞു ചെയ്യുമായിരുന്നു, ഇപ്പോൾ പരസ്യമായി പറയാറുണ്ട്, ചാനലുകൾ പ്രസിദ്ധീകരിക്കാറുണ്ട്. പക്ഷേ ഞാൻ സംസാരിച്ചത് ഇന്ത്യ ഗവൺമെൻറ്റിലെ ഒരു പ്രതിനിധിയെ രാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്യിച്ച ഇന്ത്യൻ ക്യാബിനറ്റിലേക്ക് വന്ന ഒരു ജനപ്രതിനിധി, അദ്ദേഹം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് സ്ഥാനം കൊടുക്കാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ച് ഒരു BJP നേതാവ് പറഞ്ഞതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. താങ്കൾക്ക് തർക്കമുണ്ടോ? അപ്പോൾ അതും ഇതും രണ്ടാണ്. രണ്ടൊന്നുമല്ലെന്നേ, എല്ലാം ഒന്നാണ്. ഇത് നമ്മുടെ സൈക്ക്, നമ്മുടെ പൊതു സൈക്ക്, നമ്മുടെ പൊതു സൈക്ക്. ഇപ്പൊ മലപ്പുറത്ത് ഒരു ഹൈന്ദവ സ്ഥാനം നിർത്താൻ ആരും ആലോചിക്കില്ല. BJP ആലോചിച്ചു ഇത്തവണ? ഇല്ലല്ലോ, ആലോചിക്കില്ല. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നോക്കി തന്നെയാണെന്ന് എല്ലാവരും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും CPM അടക്കം ഇതൊക്കെ നോക്കി തന്നെയാണെന്ന് എല്ലാവരും സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്, വോട്ട് ക്യാൻവാസ് ചെയ്യുന്നത്, വോട്ട് ക്യാമ്പ് ഇതൊക്കെ എല്ലാ ചാമക്കാലെ പോലെ ഇലക്ഷൻ രംഗത്ത് ദീർഘകാലം പരിചയമുള്ള ഒരാൾ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ചാമക്കാല? അല്ല, ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ജോർജ് കുര്യനെ പോലെ ഒരാൾക്ക് ഇപ്പോഴും അദ്ദേഹത്തിന് അവസരം ലഭിക്കുന്നത് ഈ പരിഗണനയിലൂടെ മാത്രമാണ് എന്ന് BJPയുടെ മന്ത്രി കൂടിയായിരുന്ന ശ്രീ മുരളീധരൻ സമ്മതിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അതിനപ്പുറത്തേക്ക് ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ ശ്രീ സന്ദീപ് വാര്യർ ചോദിക്കുന്നത് റിസൾട്ട് വന്നപ്പോൾ ആർക്ക് ആവേശം, എന്തിന് ആവേശം എന്നൊക്കെ ചോദിക്കുകയാണ്. അദ്ദേഹം CPM-നോടാണ് ചോദിച്ചതെങ്കിലും അദ്ദേഹം പറഞ്ഞു വന്നത് ഇവരിവിടെ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? CPM-നെ സംബന്ധിച്ച് 4 പേര് ഒരു ഓട്ടോറിക്ഷ കയറാനുള്ളവർ വേണോ, 40 പേര് കയറാനുള്ള ബസ്സിലുള്ളവർ വേണോ, 400 പേര് കയറുന്ന ട്രെയിനിലുള്ളവർ വേണോ എന്നാണ്. ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ ഞാൻ കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. അപ്പോൾ അവരെന്താണ് പ്രതീക്ഷിച്ചതെന്നും താൻ ദൈവദൂതനാണെന്നും താൻ എന്താ കർത്തവ്യപഥത്തിൽ വെച്ച് അന്ന് വൈകുന്നേരം തന്നെ പറ്റിയാൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുമെന്നും ഒക്കെ വീമ്പിളക്കി ഹുങ്കിളക്കി ആ വലിയ കർത്തവ്യപഥ എന്ന് പറയുന്ന വീതിയിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാൻ തീരുമാനിച്ചവരല്ലേ? എവിടെ പോയിരുന്നു? ഏറ്റവും അവസാനം ഇന്ത്യ മുഴുവൻ കണ്ടതല്ലേ? എന്താ പറയുന്നത്, അമേത്തിയിൽ എന്താ സംഭവിച്ചത് നമ്മൾ കണ്ടതല്ലേ? എവിടെ പോയി അവർ? ഒരു മുസ്ലിം അക്കോമഡേഷന് വേണ്ടി എന്നെ മാറ്റി, അത് തോൽവി ഉണ്ടാക്കി എന്ന് മുരളീധരൻ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണേ ചാമകല. ഞാൻ തിരികെ ഇടവേളയ്ക്ക് ശേഷം ഇടവേളയ്ക്ക് പോകണതുകൊണ്ടാണ്. സന്ദീപ് നേരത്തെ താങ്കൾ ഹമാസിനെ പറ്റിയൊക്കെ ഘോരഘോരം പറയുമ്പോഴും അന്ന് SDPI UDF-ന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ UDF-കാർ ആ വോട്ട് വേണ്ട തള്ളിപ്പറയുകയായിരുന്നു. SDPIയുടെ വോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടാകാമെന്ന് പറയുന്ന ഒറ്റ സ്ഥാനാർത്ഥി മാത്രമേ കേരളത്തിലുള്ളൂ, വിജയിയാണ്. അങ്ങേക്ക് എന്താ ആരാണെന്ന് അറിയണമെന്ന് ആകാംക്ഷയുണ്ടോ സന്ദീപ്? അല്ല, അതിന് മുമ്പ് ഇവിടെ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞൊരു കാര്യത്തിന് മറുപടി സുരേഷ് ഗോപിയാണ് പറഞ്ഞോളൂ. ജോർജ് കുര്യന്റെ മന്ത്രിസ്ഥാനം അത് ജോർജ് കുര്യന്റെ മന്ത്രിസ്ഥാനം അത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടുള്ള അതാണെന്ന രീതിയിൽ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലാണെന്ന് മുരളീധരൻ പറഞ്ഞത് എന്തോ മഹാപാതകമായി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനിവിടെ ഒരു ട്വീറ്റ് വായിക്കാം. അത് കോൺഗ്രസിന്റെ മൈനോറിറ്റി ഡിവിഷന്റെ ഒഫീഷ്യൽ വെരിഫൈഡ് ട്വിറ്റർ ഹാൻഡിൽ നിന്ന് വന്നിട്ടുള്ള ട്വീറ്റാണ്. ശ്രീ മൻമോഹൻ സിംഗ് ജി, ദ ഫസ്റ്റ് സിഖ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, എ റിനൗഡ് എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞ് മൻമോഹൻ സിംഗിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ട്വീറ്റാണ്. മൻമോഹൻ സിംഗിനെ ഒരു സിഖുകാരൻ എന്നുള്ള നിലയ്ക്കാണോ കോൺഗ്രസ്സുകാർ കണക്കാക്കിയുള്ളത്? നിങ്ങളുടെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിൽ നിന്ന് വന്നിട്ടുള്ള ട്വീറ്റാണ്. അദ്ദേഹത്തെ നിങ്ങൾ പുകഴ്ത്തുന്നത് സിഖ് പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ടാണ്. മൻമോഹൻ സിംഗിനെ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ പോരെ? അപ്പം നിങ്ങളുടെ ഒഫീഷ്യലി തന്നെ മൻമോഹൻ സിംഗിനെ ഒരു സിഖ് പ്രൈം മിനിസ്റ്റർ എന്ന് വിളിക്കുന്ന സമയത്ത് ജോർജ് കുര്യനെ ക്രൈസ്തവ വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണെന്ന രീതിയിൽ മുരളീധരൻ പറഞ്ഞാൽ എന്താ തെറ്റുള്ളത്? അപ്പം നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് ബർമുടയും ഞങ്ങൾ ഇട്ടാൽ വള്ളിക്കളവസും എന്ന രീതി ശരിയല്ല ജ്യോതികുമാർ ചാമക്കാല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ VP മുസ്തഫ പറഞ്ഞ ചില കാര്യങ്ങൾ അദ്ദേഹം ഇപ്പോഴും BJPയുടെ തെരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ ജ്യോതികുമാർ ചാമക്കാലയും അതേ ലൈനിലാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് എന്തോ വലിയ തിരിച്ചടി സംഭവിച്ചു, ഇവരൊക്കെ വലിയ രീതിയിൽ ഉജ്ജ്വലമായി വിജയിച്ചു എന്ന് പറഞ്ഞു. ജ്യോതികുമാർ ചാമക്കാലയും മുസ്തഫയും മനസ്സിലാക്കേണ്ടത് BJPയുടെ ഏറ്റവും മോശം പെർഫോമൻസ് കാലത്ത് പോലും 90-ന് ശേഷം BJPക്ക് ഇപ്പോൾ കോൺഗ്രസിന് കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്.
BJP-യുടെ ഏറ്റവും കുറവ് സീറ്റ് 116 സീറ്റായിരുന്നു. 116 മുതൽ 120 വരെയുള്ള സംഖ്യയായിരുന്നു ഏറ്റവും കുറവുണ്ടായിരുന്നത്. BJP പ്രതിപക്ഷത്തെ ഏറ്റവും വീക്കായിട്ടുള്ള സ്ഥിതിയിൽ പോലും BJP-യുടെ സീറ്റ് എന്ന് പറയുന്നത് 116, 120 ഒക്കെ ആയിരുന്നു. കോൺഗ്രസ് ഇപ്പോഴും 100 കടക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. 100 കടക്കാൻ 3 തെരഞ്ഞെടുപ്പുകളിലായി നിങ്ങൾക്ക് കിട്ടിയ മുഴുവൻ സീറ്റുകൾ ചേർത്ത് നോക്കിയാലും ഞങ്ങൾക്ക് ഇത്തവണ കിട്ടിയ സീറ്റിന്റെ അടുത്തെത്തുന്നില്ല. എന്നിട്ട് BJP-ക്ക് എന്തോ വലിയ തിരിച്ചടി നേരിട്ടു എന്ന രീതിയിൽ നിങ്ങൾ പറയുകയാണ്. നോക്കൂ, 3ാം തവണയും പ്രധാനമന്ത്രി പദത്തിലേക്ക് വേണ്ടി മത്സരിച്ച നരേന്ദ്രമോദി ഒരു പ്രീ പോൾ അലയൻസിന്റെ ഭാഗമായി മത്സരിച്ച് ജനങ്ങളുടെ അംഗീകാരം ആർക്കാ കിട്ടിയത്? നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആകണം എന്നല്ലേ ജനങ്ങൾ വിധിച്ചത്? ഇതൊരു പോസ്റ്റ് പോൾ അലയൻസ് അല്ലല്ലോ, പ്രീ പോൾ അലയൻസ് ആണ്. ആ പ്രീ പോൾ അലയൻസിന്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി അദ്ദേഹം തുടരണം എന്നാണ് ഈ രാജ്യത്തിന്റെ ജനവിധി. അങ്ങനെ തുടരണം എന്ന ജനവിധി കിട്ടിയ സമയത്ത് നിങ്ങൾ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ എന്തോ പരാജയപ്പെട്ടു എന്നാണ്. ഞാൻ കഴിഞ്ഞ ദിവസവും ഹാഷ്മിയുടെ ചർച്ചയിലാണെന്ന് തോന്നുന്നു അത് സംബന്ധിച്ച് ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇവിടുത്തെ കോൺഗ്രസ്സുകാരും CPM-കാരും ഈ പരാജയപ്പെട്ട് തിരിച്ചു വരാൻ ഒരിക്കലും സാധിക്കാത്ത രീതിയിൽ പരാജയപ്പെട്ട് നിൽക്കുന്ന ഈ 2 പാർട്ടിക്കാരും ഞങ്ങൾക്ക് കുറച്ച് സീറ്റ് കുറഞ്ഞേ എന്ന് പറഞ്ഞപ്പോൾ ആഹ്ലാദിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. നരേന്ദ്രമോദി 3ാമത് പ്രതിപക്ഷമുക്ത ഭാരതം എന്നൊരു മുദ്രാവാക്യം വെച്ച് നിങ്ങൾക്ക് മുന്നിലേക്ക് കരുത്തോടെ പാർലമെന്റ് ഒരു പ്രതിപക്ഷ ബ്ലോക്ക് ഇരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം ഇപ്പോൾ കേൾക്കാനില്ല. അവർ 101 സീറ്റായി. പ്രതിപക്ഷ മുക്ത ഭാരതം എന്നത് കേൾക്കാനേ ഇല്ല. കാര്യം പാർലമെന്റിൽ ഇപ്പോൾ പഴയ പോലെയുള്ള കാര്യങ്ങൾ ചെക്ക് ആൻഡ് ബാലൻസായി കടുത്തൊരു പ്രതിപക്ഷം ഒരു കനപ്പെട്ട ബ്ലോക്കായി അവിടെ ഇരിക്കുന്നു. അത് ജനാധിപത്യത്തിന്റെ ഭംഗിയാണ്. അത് സമ്മതിക്കുന്ന താങ്കൾക്കും എന്താണ് മോശം ഉണ്ടാവേണ്ട കാര്യമില്ല സന്ദീപ്. അല്ല തീർച്ചയായിട്ടും അല്ല ഞാൻ അശ്മി, ജനാധിപത്യത്തിൽ നല്ല പ്രതിപക്ഷം ഉണ്ടാവണം, ക്രിയാത്മകമായിട്ടുള്ള പ്രതിപക്ഷം ഉണ്ടാവണം, ഡിസ്കഷൻസ് നടക്കണം. പക്ഷെ ഇവിടെ ഡിസ്ട്രപ്ഷൻ അല്ലേ നടക്കുന്നത്? സഭയിൽ മുഴുവൻ ഉള്ള അംഗങ്ങളെ വെച്ച് മുഴുവൻ സമയവും തടസ്സപ്പെടുത്തുക, സഭാ നടപടികൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുക, രാജ്യത്തിന്റെ വികസനം തടസ്സപ്പെടുത്തുക എന്ന രീതിയിൽ അങ്ങേയറ്റം പ്രതിലോമകരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന പ്രതിപക്ഷം അല്ല വേണ്ടത്, മറിച്ച് ക്രിയാത്മകമായ രീതിയിൽ. പക്ഷേ ആ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് രാജ്യം അംഗീകാരം നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ സീറ്റെണ്ണം കൂടുന്നത്. പ്രതിപക്ഷത്തിന് നമ്മുടെ സമയം കഴിയാണ്. ഒരു മിനിറ്റ്. ഞങ്ങൾ ദീർഘകാലം 6-7 പതിറ്റാണ്ടുകാലം രാജ്യത്ത് പ്രതിപക്ഷത്തുണ്ടായിരുന്ന സമയത്ത് രാജ്യത്തിന് ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് മുഴുവൻ ഞങ്ങൾ ഗവൺമെന്റിനൊപ്പം നിന്നിട്ടുണ്ട്. ഇവിടെ രാജ്യത്തിനെ പുറകിൽ നിന്നുന്ന സമീപനം ഈ 2 കൂട്ടരും പലപ്പോഴും സ്വീകരിക്കുന്നു. രാജ്യത്തിനെ ശത്രുക്കൾ ആക്രമിക്കുമ്പോൾ ശത്രുക്കളൊപ്പം ചേരുന്നു, ശത്രുക്കളുടെ നാവായി മാറുന്നു. ഇതൊക്കെ പറഞ്ഞിട്ടും കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ നൽകിയാണ് രാജ്യം. ഇതൊക്കെ പറഞ്ഞിട്ടും പ്രതിപക്ഷത്തിന് കൂടുതൽ സീറ്റുകൾ നൽകിയാണ് രാജ്യം. അതുകൊണ്ട് ആ നറേറ്റീവ് ഒക്കെ ഒന്ന് വർക്കൗട്ട് ആവുന്നില്ല. പക്ഷേ എന്തായാലും ആയിക്കോട്ടെ, പാർലമെന്റിലെ പ്രതിപക്ഷം ഇരിക്കട്ടെ, പാർലമെന്റിലെ പ്രതിപക്ഷം ശക്തമായി സംസാരിക്കട്ടെ, ക്രിയാത്മക പ്രതിപക്ഷമാകട്ടെ, ഏകാധിപത്യം വരാതിരിക്കട്ടെ, ജനാധിപത്യം വാഴട്ടെ. കേരളത്തിലടക്കം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവർക്കുണ്ടായ തട്ടുകേടുകളെ പറ്റി ആത്മാർത്ഥമായ വിശകലനം നടത്തട്ടെ. എല്ലാവരും നന്നായി വരട്ടെ. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു. ഇനി വാർത്താമഴ സുജിയമാർ ചേരും.